നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടിട്ട് എ.പി. അബൂബക്കർ മുസ്ലിയാർ ബന്ധപ്പെട്ടതിനെക്കുറിച്ച് ഒരുപാട് തർക്കങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടന്നിട്ടുണ്ട്. അതിലൊരു തർക്കമാണ് ഈ എ.പി. അബൂബക്കർ മുസ്ലിയാർ ഈ ചെയ്ത പ്രവൃത്തി മതത്തിൻ്റെ നന്മയാണോ എന്ന തർക്കം. അപ്പോൾ ആ വിഷയത്തിൽ അതങ്ങനെ പറയാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്ന് ഇവിടെ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. എല്ലാവരെയും ഇൻഫിഡൽസിൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഏതൊരാളും നടത്തുന്ന ഏതൊരു പരിശ്രമത്തെയും മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന എല്ലാവരും മനുഷ്യത്വത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും മരണപ്പെട്ടുപോയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആണെങ്കിലും ഇവരടക്കമുള്ള രാഷ്ട്രീയക്കാർ അവരുടെ ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ ഇതിൽ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതേപോലെ സുഭാഷ് ചന്ദ്രൻ, കെ.ആർ. കുഞ്ഞഹമ്മദ് കൂരാച്ചുണ്ട് തുടങ്ങിയവർ അംഗങ്ങളായിട്ടുള്ള ആക്ഷൻ കൗൺസിലിൻ്റെ ഒരുപാട് പരിശ്രമങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ അവസാനത്തെ സമയം ആണെങ്കിലും ഈ പറഞ്ഞ വിഷയത്തിൽ ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ള ഇടപെടലാണ് നമ്മുടെ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരിൻ്റേത്. അത് കുറച്ച് ദിവസത്തേക്കാണെങ്കിലും വധശിക്ഷ നീട്ടി വയ്ക്കുകയും ചർച്ച നടത്താനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. പക്ഷേ നമുക്കൊരു പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുക അതിൻ്റെ റിസൾട്ട് എന്താവും എന്നുള്ളത്. നമുക്ക് ഒരുപാട് വിയോജിപ്പുകൾ എ.പി. അബൂബക്കർ മുസ്ലിയാരിനോടുണ്ട്. നമ്മളത് മുമ്പ് ഈ ചാനലിൽ തന്നെ ഒരുപാട് വിഷയങ്ങളുള്ള ആ വിയോജിപ്പ് നമ്മൾ കൃത്യമായിട്ട് നമ്മളിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ ആ എല്ലാ വിയോജിപ്പുകളും നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ആ വ്യക്തി എടുത്തിട്ടുള്ള ഇൻട്രസ്റ്റ്, അതിന് ഇടപെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ആ പറഞ്ഞ വ്യക്തിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതേപോലുള്ള ആളുകൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന പ്രവൃത്തികളുണ്ടെങ്കിൽ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അപ്പോൾ അതിൽ എ.പി. അബൂബക്കർ മുസ്ലിയാറിന് ഇതിനിടപെട്ട് ഈ വിഷയം കൈകാര്യം ചെയ്തതിൽ അഭിനന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഈ അവസരത്തിലാണ് 2-3 വിഭാഗങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിലൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ പൊതുവെ മുസ്ലിങ്ങളോടുള്ള സാധാരണയുള്ള ഒരു ശത്രുത മനോഭാവവും ഒരു വെറുപ്പും ഒക്കെ ഉള്ള ആളുകൾ ഈ പറഞ്ഞ അവസരം മുതലെടുത്തുകൊണ്ട് ഈ പറഞ്ഞ വ്യക്തിയുടെ തീവ്രവാദ ബന്ധം അന്വേഷിക്കണം എന്ന കോമഡി പോലും പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര വിചിത്രമായിട്ടുള്ള ആരോപണമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അത് ആരാണെന്ന് പരിശോധിക്കുമ്പോൾ മുമ്പ് നമ്മൾ കേരളത്തിൽ ഒരു ക്രൗഡ് ഫണ്ടിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വേണ്ടി, ഒരു വധശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ട ഒരു ഗൾഫ് രാജ്യങ്ങളിൽ ജീവിച്ചിരുന്ന റഹീം എന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടിയിട്ട്. ആ സമയത്ത് മലയാളികൾ എല്ലാവരും ഒന്നിച്ച് ആ പറഞ്ഞ ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചപ്പം ഈ പറഞ്ഞ അന്വേഷണം വേണമെന്ന് പറഞ്ഞ ആളുകൾ അന്ന് ചെയ്തിരുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നിമിഷപ്രിയയ്ക്ക് ഇതേപോലെ ആരും ഫണ്ട് റൈസ് ചെയ്യുന്നില്ലല്ലോ, നിമിഷപ്രിയയുടെ വിഷയത്തിലോ ആരും ഇടപെടുന്നില്ലല്ലോ, ആരും അതിനു വേണ്ടിയിട്ട് ഇതുപോലുള്ള ക്രൗഡ് ഫണ്ടിങ് ഒന്നും നടത്തുന്നില്ലല്ലോ എന്നുള്ള ആരോപണവുമായിട്ട് കുത്തിത്തിരിപ്പുമായിട്ട് വന്നിരുന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവർ ഒരു പാഷാണത്തിൽ കൃമിയായിട്ട് ഈ വിഷയത്തിലും ഇതേപോലുള്ള നിലപാടുകളാണ് എടുത്ത് കാണുന്നത്. അത് വളരെ മോശം നിലപാടാണെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് എ.പി. അബൂബക്കർ മുസ്ലിയാരോടുള്ള എല്ലാ വിമർശനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും സമൂഹത്തിന് ആർക്കെങ്കിലും ഒരു ഗുണപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ടും ഇതേപോലെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊന്നും പറയാനില്ലെങ്കിലും മിണ്ടാതെങ്കിലും ഇരിക്കുകയാണ് വേണ്ടതെന്നാണ് ഇതിൽ പറയാനുള്ളത്. ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ഇസ്ലാം മതം വിട്ട നമ്മളെപ്പോലുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ കൊന്നുകളയണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ആ സ്ഥാപനങ്ങളുടെ അധികാര കേന്ദ്രത്തിലിരിക്കുന്ന ആളുകളാണല്ലോ എന്നുള്ളത് മറന്നിട്ടല്ല പറയുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ആ പറഞ്ഞ കുറച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരമുള്ള ഒരു കാര്യം ഒരാൾ ചെയ്താൽ അതിൽ പോയി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതേപോലെ മറ്റൊരു ടീമാണ് ഈ മതം വെക്കുന്ന ടീം. അതായത് ഇപ്പം ഇസ്ലാം മതം വിൽക്കാൻ വേണ്ടി ഇറങ്ങുന്നത് കുറേ ദവാ പ്രവർത്തകരുണ്ട്.
അവരെന്താ വെച്ചാൽ ഏതെങ്കിലും അറബി പേരുള്ള ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അത് ഈ മതത്തിൻ്റെ പിന്നെ അക്കൗണ്ടിലേക്ക് വലിച്ചു കയറ്റി ഒട്ടിക്കുന്ന പരിപാടി, അത് സ്ഥിരം ഈ ദവാപ്രവർത്തകരുടെ ഒരു സ്ഥിരം ജോബാണ്. ഈ വിഷയത്തിലും അവർ അത് ചെയ്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ AP അബൂബക്കർ മുസ്ലിയാർ സാഹിബിൻ്റെ പിന്നെ ശിങ്കിടികളാണ്. ഞങ്ങളുടെ മതം നോക്കൂ, ഞങ്ങളുടെ ഉസ്താദിനെ നോക്കൂ, ഞങ്ങളുടെ ഉസ്താദ് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നും പറഞ്ഞ് തള്ളി മറിച്ച് പല വെറൈറ്റി ആയിട്ടുള്ള ആർഗ്യുമെൻറ്റുകളാണ് വയ്ക്കുന്നത്. കേന്ദ്ര സർക്കാർ പോലും മുട്ടുമടക്കിയെടുത്ത് ഞങ്ങളിതാ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അവകാശവാദങ്ങളൊക്കെ ആയിട്ടാണ് ഇവർ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് മുമ്പ് AP വിഭാഗത്തിലുണ്ടായിരുന്ന നമ്മളെ നൗഷാദ് ഹസനി, നമ്മൾ ആഴക്കടൽ മത്സ്യബന്ധനം MM അക്ബർ സാഹിബ് നടത്തിയപ്പോൾ ഖുർആനിനെ കോട്ടിമാട്ടിയിട്ട് നുണ പറഞ്ഞിട്ടാണ് എന്ത് ആ പറഞ്ഞ ആയത്ത് അവതരിപ്പിച്ച് എന്ന് പറഞ്ഞ നൗഷാദ് ഹസനി. ആ നൗഷാദ് ഹസനി ഈ പറഞ്ഞ അപ്പക്കുട്ട ഓവറാക്കല്ലേ എന്ന് പറയേണ്ട രീതിയിലേക്ക് AP വിഭാഗത്തിൻ്റെ ആളുകൾ പോയ സാധനം എടുത്തിട്ട് പരിഹസിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നിന്നാണ് ഈ പറഞ്ഞ ഭാഗമുള്ളത്. നമുക്കൊന്ന് കേട്ട് നോക്കാം. കൗമ് വല്ലാത്തൊരു കൗമ തന്നെയാണ് വെച്ചു കൊടുക്കുക. അതെ, വല്ലാത്തൊരു കൗമാണ്. കേൾക്കട്ടെ കൗമ എന്താ പറയണതെന്ന്. സന്മാർഗം സ്വീകരിക്കട്ടെ എന്ന ആഗ്രഹമുള്ള പണ്ഡിതനാണ്. ഓ സുഹൃത്തുക്കളെ, നിങ്ങളെ കേൾക്കുന്നില്ലേ? നമ്മുടെ രാജ്യത്തെ ഒരു പെൺകുട്ടിക്ക് വേണ്ടി, അതാ മോചനത്തിന് വേണ്ടി ഒരു രാജ്യത്തിന്റെ, അതാ ഭരണകൂടത്തിന്റെ വധശിക്ഷയിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സുൽത്താനുൽ ഉലമ ഉസ്താദ് അവിടുത്തേക്ക് സൗഹൃദമുള്ള വലിയ പണ്ഡിതന്മാരോട് ആവശ്യപ്പെടുന്നു. അൽഹംദുലില്ലാഹ്, ഉസ്താദ് അവരുടെ ഇടപെടലുകൾക്ക് വലിയ ഫലം കാണുന്നു. ഈ സമയത്ത് വലിയ അസൂയയുമായി നടക്കുന്ന മനുഷ്യന്മാരെ കുറിച്ച് സഹതപിക്കലല്ലാതെ എന്താണ് നമുക്ക് പറയേണ്ടി വരുന്നത്? സുഹൃത്തുക്കളെ, ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്ന പ്രവർത്തനത്തിൽ ഉസ്താദിനോട് ചേർന്ന് നിൽക്കേണ്ടുന്ന സമയം കുത്തിത്തിരിപ്പ് നടത്തുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ടെന്നറിയുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന്റെ, യമൻ രാജ്യത്തിന്റെ മുന്നിൽ അല്ല, ലോകത്തുള്ള മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ വലിയ നാണക്കേടല്ലേ, വലിയ മോശമല്ലേ? എങ്ങനെയുണ്ട് വയറ്? ഉറൂസിന്റെ വയലാ. വല്ലാത്തൊരു കൗമുട്ടോ, വല്ലാത്തൊരു കൗമന്നെ. ഉറൂസിൻ്റെ വയലാ. എന്താണ് സുൽത്താനുൽ ഉലമ, എന്തൊക്കെ പേരാണ് ഇയാൾക്ക് എന്നറിയില്ല. ഇപ്പോൾ കാന്തപുരത്തിന് കുറേ പേരുണ്ട്. ഇവിടെ പല ആളുകൾക്ക് പല പേരുകളുണ്ട്. ഷംസുൽ ഉലമ, മറ്റേ ചന്ദ്രനുലമ, സുൽത്താനുലമ, കിങ്ങുലമ, വെറൈറ്റി പേരുകളാണ്. അപ്പോൾ ഇവിടെ അസൂയോണ്ട് കുറേ ആൾക്കാർ അസൂയ. എന്താണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടോളി എന്നും പറഞ്ഞിട്ട് കരയാണ്. ഇതാണ് കൗമ്. അതായത് ഒരു സംഭവം ആൾക്കാരൊക്കെ കുഴപ്പമില്ലാത്തൊരു പരിപാടി മൂപ്പർ ചെയ്തു, കുഴപ്പമില്ലാത്തൊരു കാര്യത്തിൽ മൂപ്പർ ഇടപെട്ടു എന്നത് കാണുമ്പോൾ അവിടെ കയറി അങ്ങ് ഓവറാക്കും. ആ ഓവറാക്കണ പരിപാടിയാണ് ഇപ്പോൾ ഉസ്താദിൻ്റെ ടീം പറയുന്നത്. അപ്പോഴാണ് നമ്മൾ സാധാരണ പറയുക, അപ്പുക്കുട്ടാ ഓവറാക്കല്ലേ എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത്. നശിപ്പിക്കുക, ആ സാധനം കയറി അങ്ങ് നശിപ്പിക്കുക. ഇതാണ് ഇപ്പം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹസനി ഉസ്താദ് അത് മാത്രമല്ല, വേറൊരു സാധനം കൂടെ പ്ലേ ചെയ്യുന്നുണ്ട്. അതൊന്ന് കേട്ടോക്കാം. പാട്ട് പറഞ്ഞ് നിങ്ങൾ കേട്ടില്ല? അതെ, പാട്ട് ഇറങ്ങി. പാട്ടൊന്ന് കേട്ടോളി. കേൾപ്പിക്കട്ടെ. കേന്ദ്രം പോലും കൈമലർത്തിയ നേരം പെയ്തൊരു കാരുണ്യം, കേരള മണ്ണിലെ സൗഹാർദ്ദത്തിൻ ജീവൻ നൽകിയ കാന്തപുരം, കൊലക്കയർ കണ്ണിൻ മുന്നിൽ കണ്ട നിമിഷക്ക് കനിഞ്ഞൊരു പൊതുജന്മം താരമേ, കുരുക്കിടാൻ മാത്രമുള്ളതല്ല മതമെന്ന് കാട്ടിക്കൊടുത്ത ഹിന്ദിൻ താജരേ. സാറായി
സാറായിക്കണേ. മാല എന്നാ ഇറങ്ങാന്നാ ഞാൻ നോക്കണത്. വല്ലാത്ത ഒരു നമ്മൾ അതിലുണ്ടായിനു എന്ന് ആലോചിക്കുമ്പോൾ ലജ്ജ തോന്നുക. അതെ, ഇനി ഇപ്പോൾ മൊയ്തീമാല ഇറങ്ങിയ മാതിരി AP മാല അങ്ങോട്ട് ഇറങ്ങിയാൽ മതി. അതും കൂടെ കഴിഞ്ഞാൽ ഉഷാറായിക്കണ് എന്നാണ് പറയണത്. ഇപ്പോൾ ഹസനി ഉസ്താദ് പറയണതെന്ന് വെച്ചാൽ ഹസനി ഉസ്താദിന് തന്നെ ഒരു ചളിപ്പ് എന്നുള്ളൊരു ചളിപ്പാണ് ഹസനി ഉസ്താദിന് തോന്നുന്നത്. അതേപോലെ ചളിപ്പ് തന്നെയാണ് ഈ പറഞ്ഞ ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ടുള്ള ഇവിടെ മുസ്ലിമായിട്ട് ജീവിക്കുന്ന ആളുകൾക്കും പലപ്പോഴും തോന്നാറുട്ടോ. നിങ്ങളൊക്കെ കളി കാണുമ്പോൾ ഇപ്പോൾ ഹസനി ഉസ്താദിന് AP ടീം ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരു ചളിപ്പ് തോന്നി, ശരി തന്നെ. അതേപോലെ നമുക്കും തോന്നാറുണ്ട് എന്നുള്ളത് നമ്മൾ ഇവിടെ മറക്കരുത്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇത് എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പിടിച്ച് ഓവറായിക്കാളും. ഇപ്പോൾ AP വിഭാഗത്തിൽപ്പെട്ട തന്നെ ഖലീൽ ബുഖാരി ഈ വിഷയത്തിൽ എന്താണ് പറയണതെന്ന് കേട്ടു നോക്കാം. ഇനിയുള്ള ഓരോ നിമിഷവും ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ആഗ്രഹം, മഹാനായ കാന്തപുരം ഉസ്താദിൻ്റെ ആഗ്രഹം, എങ്ങനെയെങ്കിലും നിമിഷപ്രിയ വീട്ടിലേക്ക് കുടുംബത്തിലേക്ക് എത്തിച്ചേർന്ന് ആ കുടുംബത്തോടൊന്നിച്ച് സന്തോഷത്തോടുകൂടെ കഴിയാം. നമ്മുടെ ഒരു സഹോദരിക്ക് ഇങ്ങനെ വിഷമം വന്നാൽ നമ്മുടെയൊക്കെ വികാരവും വിഷമവും പ്രയാസവും എന്താണ്, അതേ രൂപത്തിലുള്ള ഒരു സഹോദരിയല്ലേ നിമിഷപ്രിയ എന്ന് പറയുന്ന. മനുഷ്യരാണ്, അബദ്ധം സംഭവിച്ചു, തെറ്റുകൾ സംഭവിച്ചു, ശരിയാണ്. എന്നിരുന്നാലും തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കുക എന്നാണല്ലോ ഇസ്ലാമിൻ്റെ തീരുമാനം. അപ്പം എന്തായിരുന്നാലും അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതെ, അങ്ങനെ ഭയങ്കര പ്രതീക്ഷയിലാണ്. അപ്പോൾ ഈ മതം വയ്ക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് ഒരു ചാൻസ് കിട്ടിയ സ്ഥിതിക്ക് അതങ്ങ് മുതലാക്കി കളയാം എന്ന് പറഞ്ഞ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ ആ ഒരു തിയറിയാണ് അവിടെയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ AP അബൂബക്കർ മുസ്ലിയാറിൻ്റെ പിന്നിലെ ഹൂത്തി ബന്ധം, തീവ്രവാദ ബന്ധം അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീം, അത് മുടക്കാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെയെങ്കിലും ഒരാളെ അതിൽ നിന്ന് പിടിച്ച് വലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനവും. കാരണം ഇതിൽ അവിടെ ഇടപെടുന്ന ആളുകൾക്കൊക്കെ ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സംഭവം. അതേപോലെ ഇതങ്ങ് ഈ സാധനത്തിനെ പിടിച്ചിട്ട് തങ്ങളുടെ ബൂസ്റ്റ് ചെയ്തിട്ട് വേറൊരു ലെവലിലേക്ക് എന്താണ് സുൽത്താൻ ഉലമൻ്റെ പ്രമോഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 ടൈപ്പ് ആൾക്കാർ. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ എന്താ പറയുക ഒച്ചിമ്പിളി ഉണ്ടാക്കി നടക്കുമ്പോഴാണ് ഇതൊക്കെ ഇനി മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ എന്ന അവസ്ഥയിൽ ഇതിനൊന്നും നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ചില നിരീശ്വരവാദികൾ ചില ചോദ്യങ്ങളുമായിട്ട് വന്നിട്ടുള്ളത്. അത് ഇങ്ങനെയാണ് ആ ചോദ്യം: മുസ്ലിം പേരുള്ള ആരെങ്കിലും ഒരു വൃത്തികേട് ചെയ്താൽ അത് മതത്തിൻ്റെ പ്രശ്നമായി അവതരിപ്പിക്കപ്പെടാറുണ്ട്. എന്നാൽ എന്തുകൊണ്ട് കാന്തപുരം ചെയ്ത ഈ നന്മ ഇത് നന്മയായിട്ടാണ് കാണുന്നത്? അപ്പോൾ ഈ നന്മയെ എന്താണ് മതത്തിൻ്റെ നന്മയായിട്ട് കാണാത്തത് എന്ന ചോദ്യം ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഞങ്ങളുടെ സുഹൃത്തും നിരീശ്വരവാദിയുമായിട്ടുള്ള ഗോക്കി ടോക്സ് ആണ് ഈ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. എന്തുകൊണ്ട് കാന്തപുരം നിമിഷപ്രിയയുടെ വിഷയത്തിൽ ചെയ്തത് ഇസ്ലാം മതത്തിൻ്റെ നന്മയായി എണ്ണുന്നില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമായിട്ടുള്ളത്. നിമിഷപ്രിയയുടെ വിഷയത്തിൽ കാന്തപുരം ഇടപെട്ടത് ഇസ്ലാമിൻ്റെ നന്മയായി കാണാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിനുള്ള പ്രചോദനം ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ടാണ്. മനസ്സിലായല്ലേ? ഈ ഒരു സ്പെസിഫിക് സബ്ജക്റ്റിൽ ഇസ്ലാം അതിനെ അങ്ങനെയല്ല കാണുന്നത്. എന്നാൽ ചേകനൂർ മൗലവിയെ കാന്തപുരം വിഭാഗം ചെയ്തത് ഇസ്ലാമിൻ്റെ തിന്മയായി ഞങ്ങൾ എണ്ണുന്നത് എന്താണ്? അത് ഇസ്ലാമിന് അതിന് പ്രേരണയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ചേകനൂർ മൗലവിക്ക് ചെരുപ്പ് മാത്രം ബാക്കിയായി പോയത് എങ്ങനെയെന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ കൃത്യമായി മതത്തിൻ്റെ പങ്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിൽ കാന്തപുരം പ്രവർത്തിച്ചത് നന്മ ഇസ്ലാമിനേക്കാൾ അനേകം ഇരട്ടിയാണ്. അത് പറയാതെ വയ്യ, അത് നമ്മളെന്തായാലും പറയണം. കാരണം ഇസ്ലാമിൻ്റെ നന്മയല്ല, ഇസ്ലാമിനേക്കാൾ നല്ല നന്മയാണ് കാന്തപുരം ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ പറയാതിരിക്കാൻ വയ്യ. 2 ആംഗിളിൽ നമുക്കത് ഇവിടെ പറയാൻ പറ്റും. ഒന്ന്, മുസ്ലിമിനെ കൊന്ന അമുസ്ലിമിന് മാപ്പ് കൊടുക്കാൻ മുസ്ലിങ്ങളോട് ഖുർആൻ പറയുന്നുണ്ടോ എന്നുള്ളതാണ്. 2, ഖുർആൻ പ്രാധാന്യം കൊടുക്കുന്നത് മാപ്പിനാണോ അതോ പ്രതിക്രിയക്കാണോ, ഖിസാസിനാണോ, ഏതിനാണ് ഖുർആൻ ഇമ്പോർട്ടൻ്റ് കൊടുത്തത്? ആ വിഷയത്തിൽ എന്താണ് ഖുർആൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതാണ്. അങ്ങനെയാണ്, അതാണല്ലോ ഇസ്ലാമിൻ്റെ പ്രമാണം. ഒരു സാധനം ഇസ്ലാമിൻ്റെതാവണമെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ അതുണ്ടാവണമെന്നുള്ളതാണ്. ഒരു കാഫിറിന്, അതായത് ഒരു അമുസ്ലിമിന്, ഒരു മുസ്ലിമിനെ കൊന്നാൽ ആ കൊലയാളിക്ക് മാപ്പ് കൊടുക്കണമെന്നുള്ള ആഹ്വാനം കാന്തപുരം പഠിപ്പിക്കുന്ന ഇസ്ലാമിലില്ല, ആ മതത്തിലില്ലാത്തതാണ്. ഒന്നുകൂടെ ആവർത്തിച്ചുറപ്പിച്ചിട്ട് പറയുകയാണ്, എന്ത്? ഒരു മുസ്ലിമിനെ കൊന്ന അമുസ്ലിമിന്
മാപ്പ് കൊടുക്കാൻ വേണ്ടി ബന്ധുക്കളുടെ മേൽ സമ്മർദ്ദം ചെലുത്താൻ ഇസ്ലാമിക പണ്ഡിതന്മാരോട് ആഹ്വാനം ചെയ്യുന്ന ഒരു വചനം ഇസ്ലാമിൻ്റെ ഒരു പ്രമാണത്തിലുമില്ല. എന്ന് മാത്രമല്ല, ഒരു പാളക്കിതാബിൽ പോലും, ഏതെങ്കിലും ഒരു പാളക്കിതാബിൽ പോലും അങ്ങനെ ഒരു സാധനം നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അത് ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു പ്രചോദനം ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ കൊലയാളിയും കൊല്ലപ്പെട്ടവരും മുസ്ലിം ആണെങ്കിൽ ആളുകളുടെ ബന്ധുക്കൾക്ക് എന്ത് ചെയ്യാം, കൊലയാളിയെ മുസ്ലിം സഹോദരന് മാപ്പ് കൊടുത്താൽ അത് മാപ്പ് നടപ്പാക്കണം എന്നൊരു പരാമർശമുണ്ട്. മുസ്ലിം സഹോദരനായിരിക്കണം. കൊലയാളി മുസ്ലിമും കൊല്ലപ്പെട്ടവൻ അമുസ്ലിമും ആണെങ്കിലോ അവിടെ ഡിഫറെൻറ്റ് സെനാരിയോ ആണ്. അതായത് കൊലയാളിക്ക് മതപരമായ ശ്രേഷ്ഠതയുള്ളത് കാരണം കൊലയാളിയായ മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല എന്ന് ഈ പറഞ്ഞ കാന്തപുരം വിഭാഗത്തിൻ്റെ മദ്രസകളിലും ദർസുകളിലും പഠിപ്പിക്കുന്നുണ്ട്. അതിലെ ഒരു ദർസ് നമുക്ക് ഇവിടെ ഒന്ന് കേട്ടു നോക്കാം. പോരവമുക്കാഫാത്തുൻ, ഈ കൊല്ലപ്പെട്ടവനും കൊലയാളിയും കുഫുവത്തവരായിരിക്കണം. ഐ മുസാവാത്തുൻ, രണ്ടാളും സമന്മാരായിരിക്കണം. ഹാലജിനായത്തിൻ, ഇവൻ ഈ കയ്യേറ്റം ചെയ്യുന്ന സമയത്ത് കൊല്ലപ്പെട്ടവനും കൊന്നവനും അല്ലെങ്കിൽ അക്രമം ചെയ്തവനും ചെയ്യപ്പെട്ടവനും തുല്യ അവസ്ഥയുള്ളായിരിക്കണം. എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഖതീലഹു, ഈ കൊല്ലപ്പെട്ടവനേക്കാൾ ഖാതില് മഹത്വമുണ്ടാവരുത്. എപ്പം ഹാലൽ ജിനായത്തി, ഈ കയ്യേറ്റം ചെയ്ത സമയത്ത് ഈ കൊലയാളി കൊല്ലപ്പെട്ടവനെക്കാട്ടിലും ശ്രേഷ്ഠത ഉണ്ടാവരുത്. എന്തുകൊണ്ട്? ഇസ്ലാമിൻ, ഇസ്ലാമ് കൊണ്ട്. എന്ന് പറഞ്ഞാൽ സിമ്മിയായ ഒരു കാഫറിനെ ഒരു മുസ്ലിമാണ് കൊല്ലുന്നത്. രണ്ടും എന്ത് തന്നെയാണ്, ഇസ്മത്തുള്ളവരാണ്. പക്ഷേ രണ്ടും ഇസ്മത്തുണ്ടെങ്കിലും സിമ്മിയായ കാഫറും മോമിനായ മനുഷ്യനും തമ്മിൽ കുഫൂക്കൂല. അപ്പൊ ഈ താഴെയുള്ള സിമ്മിയെ കൊന്നതിന് പകരം അതിനേക്കാൾ ഫളീലത്തുള്ള മുഅ്മിൻ അഥവാ മുസ്ലിം ആയ ആളെ കൊല്ലപ്പെടൂല. എന്തുകൊണ്ട്? അവിടെ മുസാവാത്ത് അഥവാ മുക്കാഫാത്ത് കുഫൂക്കുന്നില്ല. അതെ, അവിടെ എന്തില്ല, ഫളീലത്തില്ല. ഫളീലത്ത് കുറവാണ്. എന്തിനുള്ള ഫളീലത്ത്? ഇസ്ലാം കൊണ്ടുള്ളൊരു ഫളീലത്ത് ആർക്കുണ്ട്? മുസ്ലിമിനുണ്ട്. കാഫിറിന് അതില്ല. അതുകൊണ്ട് കൊഫ് വെക്കുന്നില്ല. കൊഫ് വെക്കാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റാത്തത്. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അതായത് കൊല്ലപ്പെട്ടവന് കൊന്നവനേക്കാളും ശ്രേഷ്ഠത കുറവാണ്. മനസ്സിലായില്ലേ? ശ്രേഷ്ഠത ഈ ഒരു സാധനമാണ് അവിടെ വർക്ക് ചെയ്യണത്. ഫളീലത്ത് കുറവാ. ഇത് പഠിപ്പിക്കുന്ന ദർസ് കാന്തപുരം ഉസ്താദിൻ്റെ ദർസാണ്. മലപ്പുറത്തുള്ള മഅദിൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തിലുള്ള ദർസാണ് ഇപ്പോൾ കേട്ടത്. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ ഈ EK വിഭാഗത്തിൻ്റെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ എന്താണെന്നൊന്ന് നമുക്ക് കേട്ടു നോക്കാം. അവിടെ ഈ കുഫും ഫളീലത്തും വ്യത്യാസമുണ്ടോ? ചിലപ്പോൾ AP വിഭാഗത്തിന് മാത്രമാണോ? EK വിഭാഗത്തിന് ഇനി ഫളീലത്ത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും ഒരേപോലെ തുല്യതയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, അർത്ഥം വെക്കുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. വശുരിത ഫിൽ ഖാതിലി, കൊലയാളിയിൽ നിബന്ധനയാക്കപ്പെടുന്നതാണ് തക്ലീഫുൻ, പ്രായപൂർത്തിയും ബുദ്ധിയും. വമുകാഫഅത്തുൻ, കിടയൊക്കലും. എങ്ങനെയാണ് ഈ കിടയൊക്കൽ? ബി അല്ലാ യഫ്ളുല, ഈ കൊലപാതകം ചെയ്തവൻ മേന്മയുള്ളവൻ ആകാതിരിക്കലാണ്, അവൻക്ക് മഹത്വം ഇല്ലാതിരിക്കലാണ്. ബി ഇസ്ലാമിൻ, എങ്ങനെ മഹത്വമുണ്ടാകുക? സത്യവിശ്വാസം കൊണ്ടോ, ഔ ഹുരിയത്തിൻ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കൊണ്ടോ, ഔ അസ്വാലത്തിൻ അല്ലെങ്കിൽ ഉമ്മയാകൽ കൊണ്ടോ ഉപ്പയാകൽ കൊണ്ടോ, മാതൃത്വം കൊണ്ടോ പിതൃത്വം കൊണ്ടോ. ഫലാ യുഖ്തലു സബിയ്യുൻ, ആയതുകൊണ്ട് തന്നെ കുട്ടി ഖിസാസ് എന്നുള്ള രീതിയിൽ, പ്രതിക്രിയ എന്നുള്ള രീതിയിൽ കൊല്ലപ്പെടുന്നതല്ല. കാരണം അവനിൽ തക്ലീഫില്ല. വ മജ്നൂനിൻ, ഭ്രാന്തനും കൊല്ലപ്പെടുന്നതല്ല. കാരണം അവനിലും തക്ലീഫില്ല. എപ്പോൾ ഭ്രാന്തുള്ളവൻ, എപ്പോൾ കുട്ടിയായവൻ, ഹാലൽ ഖത്ലി, അവന്റെ കൊലപാതകമെന്ന ചെയ്തി നടക്കുന്ന സന്ദർഭത്തിൽ, ലിഅദമി തക്ലീഫി, ഇവർക്ക് തക്ലീഫില്ലെന്നത് കാരണത്താൽ. ഫലാ യുഖ്തലു സബിയ്യുൻ വ മജ്നൂനുൻ ഹാലൽ ഖത്ലി ലിഅദമി തക്ലീഫി, തക്ലീഫില്ലെന്നത് കാരണത്താൽ കൊലപാതക സന്ദർഭത്തിൽ
ഭ്രാന്തനും കുട്ടിയുമായവൻ കൊല്ലപ്പെടുന്നതല്ല. വലാ യുഖ്തലു മുസ്ലിമുൻ ബികാഫിരിൻ, സത്യനിഷേധിയെ കൊന്നതിന്റെ പേരിൽ സത്യവിശ്വാസി കൊല്ലപ്പെടുന്നതല്ല. വലാ ഹുർറുൻ ബിറഖീഖിൻ, അടിമയെ കൊന്നതിന്റെ പേരിൽ സ്വതന്ത്രനും കൊല്ലപ്പെടുന്നതല്ല. വലാ യുഖ്തലു അസ്ലുൻ ബിഫർഇൻ, മകനെയോ മകളെയോ കൊന്നതിന്റെ പേരിൽ ഉമ്മയോ ഉപ്പയോ കൊല്ലപ്പെടുന്നതുമല്ല. വലാ യുഖ്തലു മുസ്ലിമുൻ ബികാഫിരിൻ വലാ ഹുർറുൻ ബിറഖീഖിൻ വലാ യുഖ്തലു അസ്ലുൻ ബിഫർഇൻ, സത്യനിഷേധിയെ കൊന്നതിന്റെ പേരിൽ സത്യവിശ്വാസിയോ, അടിമയെ കൊന്നതിന്റെ പേരിൽ സ്വതന്ത്രനോ, മകനെ അല്ലെങ്കിൽ മകളെ കൊന്നതിന്റെ പേരിൽ ഉമ്മയോ ഉപ്പയോ കൊല്ലപ്പെടുന്നതല്ല. ലിഅദമിൽ മുകാഫഅതി, അവിടെ കിടയൊക്കലില്ലെന്നത് കാരണത്താൽ. വയുഖ്തലു ഫർഉൻ ബിഅസ്ലിൻ, മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ കൊന്നതിന്റെ പേരിൽ മകൻ അല്ലെങ്കിൽ മകൾ കൊല്ലപ്പെടുന്നതാണ്. ഇത് സമസ്തേൻ്റെ മദ്രസയിലുള്ള ക്ലാസ്സാണ്, 12ാം ക്ലാസ്സിലെ ക്ലാസ്സാണ്. അപ്പോൾ അവിടെ പിന്നെ മെൻ്റലി ചാലഞ്ചഡും കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്കവിടെ എന്താണ് മോറൽ ഏജൻസി ഇല്ല എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഒരു സ്വതന്ത്രൻ ഒരു അടിമയെ കൊന്നാൽ അവിടെ എന്തില്ല, പ്രതിക്രിയയില്ല, ഖിസാസില്ല. ഒരു പിതാവ് മാതാവ് കുട്ടികളെ കൊന്നാൽ അവിടെ ഖിസാസില്ല. അതേപോലെ തന്നെയാണെന്ത്, അവിടെ ഒരു മുസ്ലിം അമുസ്ലിമിനെ കൊന്നാലും ഖിസാസില്ല, കിടയൊക്കുന്നില്ല, ഫളീലത്ത് കുറവാണ്. ഇതാണ് മതം പഠിപ്പിക്കുന്നത്. ഇത് മതം എത്ര വികൃതമാണ് എന്ന് പറയുന്ന ബെസ്റ്റ് എക്സാമ്പിളാണ്. ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുമ്പിൽ ഇസ്ലാം തുല്യത കൊടുക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് കൊടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞ ക്ലാസ്സുകളൊക്കെ. ഇത് കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. ഒരു അമുസ്ലിം ഗോത്രത്തെ മൊത്തം ഒരു മുസ്ലിം കൊന്നു തീർത്താൽ പോലും ഇസ്ലാമിൻ്റെ നിയമപ്രകാരം അയാളെ കൊല്ലാൻ പറ്റില്ല. ഇസ്ലാമിൻ്റെ നിയമപ്രകാരം കേട്ടോ, ഇന്ന് ആധുനിക നിയമപ്രകാരം അല്ല. ആ പറഞ്ഞ രീതിയിലുള്ള സമ്പൂർണ്ണമായ വംശഹത്യയാണെങ്കിൽ പോലും അതാണ് ഇസ്ലാമിൻ്റെ നിയമം. അതാണ് ഇന്നിപ്പോൾ ലോകത്ത് ചില രാജ്യങ്ങളിലെ നേതാക്കളൊക്കെ ആളുകളെ കൂട്ടക്കൊല ചെയ്തിട്ടും ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു സാധനം ഇവിടെ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ചല്ല, ഞാൻ ആധുനിക മൂല്യങ്ങളുള്ളതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ആധുനിക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ഇന്ന് ചില രാജ്യങ്ങളൊക്കെ ചില ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്നപ്പോൾ നമ്മൾ പലസ്തീനിലൊക്കെ കാണുന്ന കൂട്ടക്കൊല ചെയ്യുന്നതെന്ന് അവരും ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു ഫാക്റ്റ് ഉണ്ട്. പക്ഷേ ഞാൻ ധാർമ്മികതയെക്കുറിച്ചാണ് പറയുന്നത്. ആധുനിക ധാർമ്മികത, അവർക്ക് ആധുനിക ധാർമ്മികത ഇല്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് തന്നെ നമുക്ക് ഇവിടെ പറയേണ്ടി വരും. അപ്പം ഇസ്ലാമിൻ്റെ നിയമം ഇതാണ്. ഇതിപ്പം ഇസ്ലാമിലെ മുജാഹിദ് ജമാഅത്തി വിഭാഗത്തിൻ്റെയൊക്കെ നിലപാട് ഇതൊക്കെ തന്നെയാണ്. കാരണം അവരുടെ പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ബോധ്യപ്പെടും. മാത്രമല്ല ഈ ബുഖാരി മുസ്ലിം നിരവധി ഹദീസ് ഗ്രന്ഥങ്ങൾ, നമ്മളെ സിഹാഹ് സിത്ത എന്ന് പറഞ്ഞിട്ടുള്ള 6 പ്രാമാണ്യ ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാലും ഇതിനൊക്കെ ഒരുപാട് തെളിവുകൾ നമുക്കതിൽ കിട്ടുന്നതാണ്. ക്രിമിനൽ നിയമം, ഒരു രാജ്യത്തിൻ്റെ ക്രിമിനൽ നിയമത്തിൽ പോലും മതവിവേചനം നിയമമാക്കിയ മതമാണ് ഇസ്ലാം. കാന്തപുരത്തിൻ്റെ മതം അതാണ്. കാരണം കാന്തപുരം പറയുന്നത് ഇസ്ലാമാണെന്നാണ്. അപ്പോൾ ഇസ്ലാമിന് ആ മതത്തിന് മതത്തിന് നന്മയായിട്ട് ചിലത് കാണാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് വരുന്നത്. അപ്പോൾ ആ മതം, കാന്തപുരത്തിൻ്റെ മതം ഏതാണ്? ഈ പറഞ്ഞ ക്രിമിനൽ കുറ്റത്തിൽ പോലും ഡിസ്ക്രിമിനേഷൻ, വിവേചനം കാണിക്കുന്ന മതമാണ്. ഈ ടൈപ്പിലുള്ളൊരു മതം ഒരു മുസ്ലിമിൻ്റെ കൊലയാളിയായ ഒരു അമുസ്ലിമിന് മാപ്പ് കൊടുക്കാൻ ആഹ്വാനം ചെയ്യും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് ഒരു മിഥ്യാധാരണ തന്നെയാണ്. കാന്തപുരത്തിന് ഇപ്പോഴത്തെ നിലപാട് മതത്തിനതീതമായ നിലപാട് തന്നെയാണ്. അതാണ് നമുക്കിവിടെ ഇതിലൂടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. മതത്തിൻ്റെ നിലപാട് ഈ വിഷയത്തിൽ വേറെയാണെങ്കിലും കാന്തപുരം എടുത്ത നിലപാട്, ഈ വിഷയത്തിലെടുത്ത് സ്വീകരിച്ച മാർഗങ്ങളൊക്കെ എന്താണ്, മതത്തിനതീതമായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറയേണ്ടി വരുന്നത്. ഈ നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടും അദ്ദേഹം അങ്ങനെ ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. അത് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. വീണ്ടും വീണ്ടും അത് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ കാന്തപുരത്തിൻ്റെ ഈ ഇസ്ലാമികേതര നടപടി, ഈ നിലപാട് ഇവിടെ ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാരായിട്ടുള്ള കുറേ ആളുകൾക്ക് വലിയ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരം അമർഷങ്ങൾ വേണമെങ്കിൽ നമുക്കൊന്ന് കേട്ട് നോക്കാം. അതായത് ഇപ്പോൾ ഒരു ഉസ്താദ്, ഇപ്പോൾ അബ്ദുസ്സമദ് അൻവരിയുടെ ഒരു സ്പീച്ചുണ്ട്. ആ സ്പീച്ചിൽ മൂപ്പര് പറയാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്, ഇക്കാര്യത്തിൽ യമനിലുള്ള പണ്ഡിതന്മാർക്ക് പോലും ഈ പറഞ്ഞ ഉസ്താദിനോട് ഇയാൾ പണ്ഡിതനാണോ, ഷാഫി മദ്ഹബിൻ്റെ വിധി എന്താണെന്ന് ഇയാൾക്ക് അറിയില്ലേ എന്ന ചോദ്യം പോലും ഈ പറഞ്ഞ അബ്ദുസ്സമദ് അൻവരി ഒരു ഇൻഡയറക്റ്റായിട്ട്
ഈ പറഞ്ഞതിൻ്റെ ഈ കാന്തപുരം എടുത്ത നിലപാടിനോട് പിന്നെ അമർഷമായിട്ട് പിന്നെ പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ അതൊന്ന് നമുക്ക് കേട്ടു നോക്കാം. ഞങ്ങൾ പറയുന്നത് എന്താ അറിയോ, നമ്മൾക്ക് ഭൗതികമായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ആളുകൾക്ക് സഹായിച്ചു കൊടുക്കാം, അതിനൊന്നും പ്രശ്നമില്ല. അതൊക്കെ അവനവൻ്റെ സൗകര്യം പോലെ ആയിക്കോളൂ. യമനിലെ പണ്ഡിതന്മാർക്കൊക്കെ ഒരു ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നൊക്കെ പറഞ്ഞ ആളുകൊണ്ടൊരു വിമുഖത തോന്നി. കാരണം എന്താ, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞ ആൾ ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ ശഫാഅത്തിന് വരാൻ പറ്റുമോ? ഷാഫി മദ്ഹബിൽ അതിൻ്റെ നിയമം എന്താണ് ഓല ചോദ്യം. അതിക്കിപ്പോൾ നമ്മൾ കിടക്കണില്ല, ഞങ്ങൾ വേറെ ചർച്ച ചെയ്തോളൂ. അതെ, അതിലേക്കിപ്പോൾ കടന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഇത് തന്നെയാണ് അബ്ദുസ്സമദ് അൻവരിയുടെ പിന്നെ നിലപാട്. അവൻ കിടക്കുന്നില്ല, അവർക്കൊരു വിഷമം ഉണ്ടായിട്ടുണ്ട്. അവർ തന്നെ ചോദിക്കുകയാണ്, ഇതൊന്നും ഇയാൾ എന്തൊന്നും അറിയാത്ത ഒരാളാണോ എന്നൊരു ചോദ്യമായിട്ടാണ് ആര് വന്നിട്ടുള്ളത്, അൻവരി സാറ് വന്നിട്ടുള്ളത്. അപ്പം മുസ്ലിമിനെ കൊന്നാക്ക് മാപ്പ് കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് നജീബ് മൗലവി അവരുടെ ഒരു വിഷമം ഇവിടെ പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് കേട്ടു നോക്കാം. ഈ മാപ്പ് ചെയ്യാത്തതിൻ്റെ മേലുള്ള കൊലശിക്ഷ ഇളവ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കാനോടെ മാപ്പ് ചെയ്യാൻ വേണ്ടി ഇവരെ പ്രേരിപ്പിക്കുന്നൊരു പണിയാണ് അവിടെ നടക്കാവുള്ളൂ. അതെന്ത് നിലക്കാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന കേരളത്തിലെ മുസ്ലിംമാരോ മറ്റുള്ളവരോ ആക്കിയത് നമുക്കറിയില്ല. നമ്മൾ പെട്ടെന്ന് ആലോചിച്ചപ്പോൾ വിഷമം തോന്നിയിരുന്നു. പക്ഷേ ഒരു പണ്ഡിതനല്ലേ, മതപണ്ഡിതനല്ലേ, ഇടപെടലുകൾ എന്തായി, ആ ഇടപെടലുകൾ എന്തിനായിരുന്നു, ഏത് നിലക്കാണ് ഇത് ചെയ്തതെന്നൊന്നും നമുക്ക് തിരിയില്ല. അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. എന്താണെന്ന് അദ്ദേഹം പുറത്തു പറഞ്ഞ കാരണം നമ്മളൊക്കെ വായിച്ചത് മനുഷ്യത്വപരമായി എന്നാണ്. മനുഷ്യത്വപരമായി എന്നുള്ളത് ഈ ഘാതകിക്കും കൊലക്കുറ്റം ചെയ്ത പെണ്ണിനും മാത്രം ബാധകമല്ലല്ലോ. മനുഷ്യത്വം യമനിലുള്ള ഒരു മുസ്ലിം സഹോദരനായ അറബിയായ ആ സഹോദരനോടും ആണല്ലോ മനുഷ്യത്വം. അതെ, അവിടെ നജീബ് മൗലവിക്കൊരു വിഷമമുണ്ടായി ഒരു സംഭവം ചെയ്തത്. അപ്പം അവിടെ മനുഷ്യത്വപരമായി ഇടപെട്ടു എന്നാണ് ഈ ഉസ്താദ്, കാന്തപുരം ഉസ്താദ് മറുപടി പറഞ്ഞത് എന്നാണ് നജീബ് മൗലവി പറയുന്നത്. അല്ലാണ്ട് ഇതൊന്നും അത്ര ശരിയല്ല, ഒന്നും ഇത്ര വെടിപ്പല്ല എന്ന് തന്നെയാണ് നജീബ് മൗലവി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മതം നന്നായിട്ട് പഠിച്ച മൂപ്പര് ചോദിക്കുന്നത്, എന്ത് നിലക്കാണ് കേരളത്തിലെ ചില മുസ്ലിം നേതാക്കൾ, മുസ്ലിയാമാർ ഇതിലിടപെട്ടിട്ട് ഇങ്ങനെ ചെയ്തത് എന്ന നജീബ് മൗലവിയുടെ ചോദ്യം ഇസ്ലാമികപരമായിട്ട് പ്രസക്തിയുണ്ട്. മനുഷ്യത്വപരമായിട്ട് നജീബ് മൗലവി നേരത്തെ ചോദിച്ചിട്ടുള്ള കുത്തിത്തിരിപ്പ് ടീം തന്നെയാണ്. മനുഷ്യത്വപരമായിട്ടൊരു കാര്യത്തിൽ അവിടെ വന്നിട്ട് അതിനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന പരിപാടി തന്നെയാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ ചെയ്യുന്നത്. കാരണം ഒരാൾ ഇതേപോലെ വധശിക്ഷ കഴിഞ്ഞ് രക്ഷപ്പെടാനൊരു സാധ്യത കാണുമ്പോൾ ഇത് അവിടെ വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന പരിപാടിയാണ് മനുഷ്യത്വപരമായിട്ട് നോക്കുമ്പോൾ. ഇതാണ് മതസ്ഥാപനങ്ങളിലും കേരളത്തിലെ മതപണ്ഡിതന്മാരും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് പ്രതിക്രിയയുമായിട്ടുള്ള ഈ പറഞ്ഞ കിസാസുമായിട്ടുള്ള ഖുർആനിൽ എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ പറയുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് പ്രതിക്രിയനെ പറ്റിയുള്ള ഖുർആനിലുള്ള വചനങ്ങൾ നോക്കാം. യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വാസികളെ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് വിശ്വാസികളോടാണ് പറയുന്നത്, അല്ലാതെ വേറെ ആരോടും അല്ല, വേറെ ആരെയല്ല അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. കുത്തിബ അലൈക്കുമുൽ ഖിസ്വാസു ഫിൽ ഖത്ൽ, കൊലപാതകത്തിൽ നിങ്ങൾക്ക് പ്രതിക്രിയ നിയമമാക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഉപയോഗിച്ച വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, കുത്തിബ അലൈക്കും. ഇപ്പോൾ നമ്മൾ ഈ നോമ്പ് നിർബന്ധമാക്കിയ സ്ഥലത്തൊക്കെ ഇത് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കുത്തിബ അലൈക്കും സുയാമു, നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഖിസാസിൻ്റെ ആയത്തിൽ തന്നെയുള്ള ബാക്കി ഭാഗം നോക്കാം. അൽ ഹെറു ബിൽ ഹെരി, സ്വതന്ത്രന് പകരം സ്വതന്ത്രൻ. വൽ അബദു ബിൽ അബദി, അടിമക്ക് പകരം അടിമ. വൽ ഉൻസ ബിൽ ഉൻസ, സ്ത്രീക്ക് പകരം സ്ത്രീ. എന്ന് വെച്ചാൽ സ്ത്രീ കൊല്ലപ്പെട്ടാൽ പകരം സ്ത്രീയെ കൊല്ലുക, അടിമ കൊല്ലപ്പെട്ടാൽ പകരം അടിമയെ കൊല്ലുക, സ്വതന്ത്രൻ കൊല്ലപ്പെട്ടാൽ പകരം സ്വതന്ത്രനെ കൊല്ലുക. ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫി വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ ദാലിക തഖ്ഫീഫും മിർ റബ്ബിക്കും വറഹ്മത്തും ഫമൻ അഅ്തദാ ബഅദ ദാലിക ഫലഹു അദാബുൻ അലീം. എന്നാൽ ആർക്കെങ്കിലും തൻ്റെ സഹോദരനിൽ നിന്ന് വല്ലതും മാപ്പ് കിട്ടുന്ന പക്ഷം, പ്രത്യേകം ശ്രദ്ധിക്കുക, തൻ്റെ സഹോദരനിൽ നിന്ന് ആർക്കെങ്കിലും വല്ല മാപ്പും കിട്ടുന്ന പക്ഷം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാപ്പ് കിട്ടിയാൽ അത് മര്യാദ പിൻപറ്റി നല്ല നിലയിൽ കൊടുത്തു വീട്ടുക. ഇവിടെ മാപ്പ് കൊടുക്കണം എന്ന് കൊല്ലപ്പെട്ട ആളുകളുടെ
ബന്ധുക്കളോട് നിങ്ങൾ മാപ്പ് കൊടുക്കണമെന്ന് ഒരു അപേക്ഷ പോലും ഈ വചനത്തിലില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഇതിൻ്റെ തൊട്ടടുത്ത വചനം പറയണത് വലക്കും ഫിൽ ഖിസ്വാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്. ഓ ചിന്തിക്കണ മനുഷ്യന്മാരെ, ബുദ്ധിയുള്ള മനുഷ്യന്മാരെ, നിങ്ങൾക്ക് ജീവിതമിരിക്കുന്നത് പ്രകൃതിക്രിയയിലാണ്. എന്ന് വെച്ചാൽ ജീവിതമിരിക്കുന്നത് മാപ്പിലാണ് എന്നല്ല പറഞ്ഞത്. വലക്കും ഫിൽ ഖിസ്വാസി ഹയാത്തുൻ എന്ന് വെച്ചാൽ പ്രതിക്രിയയിലാണ് ബുദ്ധിമാന്മാരെ നിങ്ങൾക്ക് ജീവിതമിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതമുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ് പോയിന്റ്. അതായത് അവിടെ പാപ്പ് കൊടുക്കുന്നതിലല്ല, പ്രതിക്രിയ നടത്തുന്നതിലാണെന്ത് ജീവിതമുള്ളത് എന്നതാണ് വിശുദ്ധ ഖുർആൻ ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ അമാനി മൗലവിൻ്റെ വിശദീകരണങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം. ഇങ്ങനെയാണ് അതിൽ പറയണത്. ഇവിടെ ഏത് രണ്ടാമത് പറഞ്ഞ ഓട്ടോ ഡിഡാക്റ്റ് വായിച്ചിട്ടുള്ള ഈ ഖുർആൻ വചനത്തിൻ്റെ വിശദീകരണമായിട്ട് അമാനി മൗലവി പറയുന്നത് ഇങ്ങനെയാണ്. ബുദ്ധിമാന്മാരെ എന്ന സംബോധനയോടുകൂടി 179 വചനത്തിൽ കൊലയ്ക്ക് പകരം കൊല എന്ന നിയമത്തിൽ അടങ്ങിയ തത്വം അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ബുദ്ധിമാന്മാർക്കേ അത് ചിന്തിച്ച് ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. ബുദ്ധിയുള്ളവർക്ക് പറ്റുന്ന മാത്രം കാര്യമാണെന്നാണ് പറയണത്. സാധാരണക്കാർക്കും ബാഹ്യാവസ്ഥ മാത്രം കണക്കിലെടുക്കുന്നവർക്കും അത് വേഗത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല. സാധാരണക്കാരൻ ചിന്തിച്ച ബേസിക് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ എന്തോ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുമെന്നാണ് അമാനി സാഹിബ് പറയണത്. ആലോചിച്ച് നോക്കുക, ഈ നിയമം മുഖേന കൊലക്കുറ്റം സമുദായത്തിൽ കുറഞ്ഞു പോകുമെന്ന് തീർച്ചയാണ്. ഇവിടുത്തെ പോയിൻ്റ്, സമുദായത്തിൽ കൊലപാതകം എന്ത് ചെയ്യണം, കുറഞ്ഞു പോകുമെന്നുള്ളത് തീർച്ചയാണ്. ഏതെങ്കിലും വിരോധമോ സ്വാർത്ഥമോ ഉണ്ടാകുമ്പോഴേക്കും അന്യനെ വധിക്കുവാൻ പ്രേരിതരാകുന്ന ആളുകൾ, ഇത്തരക്കാർ മനുഷ്യ സമുദായത്തിൽ ദുർലഭ്യമല്ലെന്നുള്ളത് അനിഷേധ്യമത്രേ. ആ കൃത്യത്തിൽ നിന്ന് പിന്മാറുവാൻ ഈ നിയമം കാരണമാകുന്നു. ഒരിക്കൽ ഒരാളെ കൊല ചെയ്തവൻ അവന് കഠിന ശിക്ഷയ്ക്ക് വിധേയനാകുന്നില്ലാത്ത പക്ഷം വീണ്ടും കൊല നടത്തുവാനുള്ള ധൈര്യം വർദ്ധിക്കുകയാണ് ചെയ്യുക. അവൻ കൊലശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് അവനെപ്പോലെ തന്നെയുള്ള മറ്റുള്ളവർക്കും ഒരു പാഠമായിരിക്കാം എന്നുള്ളതുപോലെ അവൻ്റെ കൈക്ക് വീണ്ടും കൊല നടത്തുവാനുള്ള മാർഗമില്ലാതായി തീരുകയും ചെയ്യുന്നു. ദശക്കണക്കിനും നൂറുകണക്കിനും ഭീകരമായ കൊലകൾ നടത്തിയ ക്രൂരന്മാരെ പറ്റിയും പലപ്പോഴും നാം കേൾക്കാറുണ്ട്. ഒന്നാമത്തെ കൊലയിൽ തന്നെ അവൻ്റെ മേൽ കൊലശിക്ഷ വിധിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നില്ല എന്ന് പറയേണ്ടതില്ല. മനുഷ്യപ്രകൃതിയെയും അവൻ്റെ അക്രമവാസനകളിൽ നിന്നും അവിവേകത്തിൽ നിന്നും അവനെ തടയാനുള്ള നടപടിയെയും കുറിച്ച് മനുഷ്യനേക്കാൾ അറിയുക അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിനാണല്ലോ. അക്രമവാസനകളിൽ നിന്ന് മനുഷ്യനെ തടയുവാനുള്ള മാർഗം കുറ്റത്തിനനുസരിച്ച് ശിക്ഷ നൽകുകയാണെന്നുള്ള അടിസ്ഥാന തത്വം സ്വീകരിക്കാത്തവർ, അവർ നിർമ്മത നിരീശ്വരവാദികളായിരുന്നാൽ പോലും ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല. അല്ലെന്ന് വല്ലവരും കരുതുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളിൽ വിഡ്ഢികളാണെന്നേ പറയുവാനുള്ളൂ. ഈ അടിസ്ഥാന തത്വം അനുസരിച്ച് പ്രായോഗികവും യുക്തവുമായ ശിക്ഷാ നിയമങ്ങളാണ് അള്ളാഹു ഇസ്ലാമിൻ്റെ നിയമങ്ങളായി അവതരിപ്പിച്ചിരിക്കുന്നതും. ഇതേ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ തഫ്സീർ ബഗവി പറയുന്നു, പ്രതിക്രിയയിൽ ജീവനുണ്ട് എന്ന വചനത്തിൻ്റെ അർത്ഥം ജീവൻ്റെ സംരക്ഷണമുണ്ട് എന്നാണ്. കാരണം കൊല നടത്താൻ ഉദ്ദേശിക്കുന്നവൻ താനും കൊല്ലപ്പെടുമെന്ന മനസ്സിലായാൽ കൊലയിൽ നിന്ന് വിട്ടുനിൽക്കും. അങ്ങനെ തൻ്റെയും താൻ കൊല്ലാൻ ഉദ്ദേശിച്ചവൻ്റെയും ജീവൻ രക്ഷപ്പെടും. ഇബ്നു കസീർ പറയുന്നു, കൊന്നവനെ കൊല്ലുക എന്ന പ്രതിക്രിയ നിയമത്തിൽ വലിയ യുക്തിയുണ്ട്. അത് ജീവനെ സംരക്ഷിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. താനും കൊല്ലപ്പെടുമെന്ന് കൊലയാളിക്ക് അറിയുന്നത് കാരണം അവൻ കൊലയിൽ നിന്ന് വിട്ടുനിൽക്കും. ജീവൻ്റെ സംരക്ഷണം, പ്രതിക്രിയയെക്കുറിച്ചുള്ള ഭയം കൊല തടയുകയും ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും. ഖുർത്തുബി പറയുന്നു, പ്രതിക്രിയ നിയമമാക്കപ്പെടുകയും അത് കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്താൽ താനും കൊല്ലപ്പെടുമെന്ന ഭയത്താൽ കൊല നടത്താൻ ഉദ്ദേശിക്കുന്നവർ പിന്മാറും. അങ്ങനെ രണ്ടുപേരുടെയും ജീവൻ സംരക്ഷിക്കപ്പെടും. ഇതുതന്നെയാണ് എല്ലാ ആധികാരിക ഖുർആൻ വ്യാഖ്യാതാക്കളുടെയും സമീപനം. മനസ്സിലായില്ല? എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. മാപ്പ് കൊടുക്കാനുള്ള ഒരു പ്രോത്സാഹനം പോലും ഖുർആനിലോ ഈ വചനത്തിൻ്റെ വ്യാഖ്യാനത്തിലോ ഇല്ല.
എന്ന് മാത്രമല്ല പ്രതിക്രിയ ജീവൻ്റെ സംരക്ഷണത്തിന് ഏറ്റവും ഉചിതം എന്ന ഒരു മെസ്സേജാണ് ഇവിടെ കൊടുക്കുന്നത്. മാപ്പ് കൊടുക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ രീതി എന്ന് നേരത്തെ വേറൊരു മൊയ്ലിയാർ പറഞ്ഞത് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു നുണ മാത്രമാണ്. മൊയ്ലിയാർ ആ തള്ളിൻ്റെ ഇടയിൽ കൂടെ ആ സാധനം അങ്ങോട്ട് പറഞ്ഞല്ലോ, അതൊരു നുണ മാത്രമാണ്. അനേകം നുണകളിൽ പെട്ടൊരു നുണ. ഒരുപാട് നുണകൾ ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വരുന്നൊരു സാധനമാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു കാതലായൊരു പ്രശ്നമുണ്ട്. മറ്റൊരു ചോദ്യമാണ്, എന്ത്, കൊലയാളി മുസ്ലിമും കൊല്ലപ്പെട്ടവൻ അമുസ്ലിമും ആണെങ്കിൽ പ്രതിക്രിയ പാടില്ല എന്ന് കാന്തപുരം വിഭാഗത്തിൻ്റെ ആൾക്കാർ, സമസ്തയും മുജാഹിദും ഇവരൊക്കെ മദ്രസകളിൽ ദർസുകളിലൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഈ സംരക്ഷണം മുസ്ലിങ്ങളുടെ ജീവന് മാത്രമാണ് എന്ന നിലപാടല്ലേ പ്രസ്തുത ഈ പറഞ്ഞ ഖുർആൻ വചനം ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്? പ്രതിക്രിയയിലാണ് ജീവൻ്റെ സംരക്ഷണം, പക്ഷേ അമുസ്ലിമിനെ കൊന്ന മുസ്ലിമിനെതിരെ പ്രതിക്രിയ പാടില്ല എന്ന് ഒരുപാട് ഹദീസിലും പറയുന്നുണ്ട്. അത് നമ്മൾ ഹദീസുകളൊക്കെ ഇപ്പോൾ നേരത്തെ ഹദീസുകളിൽ മാത്രമല്ല നേരത്തെ പറഞ്ഞ ക്ലാസ്സിൽ ദർസുകളിലും മദ്രസകളിലൊക്കെ പഠിപ്പിച്ച ക്ലാസ്സിലും നമ്മൾ ഇത് കേട്ടാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഈ സഹോദരന് മാപ്പ് കൊടുത്താൽ അള്ളാഹുവിൽ നിന്നുള്ള ഇളവുണ്ട് എന്ന പരിമിതമായിട്ടുള്ള ഒരു ആ മാപ്പിൻ്റെ അർത്ഥം എന്താണെന്നാണ്. ഇപ്പോൾ ഖുർആനിൽ പ്രതിക്രിയ വചനത്തെക്കുറിച്ച്, മാപ്പിനെക്കുറിച്ച്, അതിൻ്റെ പ്രതിക്രിയാ വചനത്തിലെ മാപ്പിനെക്കുറിച്ച് പറയുന്നത് നോക്കാം. ആർക്കെങ്കിലും തൻ്റെ സഹോദരനിൽ നിന്ന് വല്ല മാപ്പും ചെയ്തു കിട്ടുന്ന പക്ഷം മര്യാദ പിൻപറ്റുകയും നല്ല നിലയിൽ കൊടുത്തു വീട്ടുകയുമാണ് വേണ്ടത്. ഇവിടെ കൊടുത്തു വീട്ടുക എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബ്ലഡ് മണിയാണ്, ചോരപ്പണം, രക്തപ്പണം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അല്ലേ? അപ്പോൾ അതിനാണ് നമ്മളിവിടെ ഫണ്ടൊക്കെ പലരും റൈസ് ചെയ്യുന്നത്. അത് ആ സാധനം. അമുസ്ലിമിനെ കൊന്നാൽ പകരം കൊലയില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നേരത്തെ ദർസിൻ്റെയും മദ്രസേൻ്റെയൊക്കെ ക്ലാസ്സിൽ നമ്മളത് കേട്ട് കഴിഞ്ഞു. അവിടെ പ്രതിക്രിയയിലെ മാപ്പിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. പിന്നെ ഇവിടെ പറഞ്ഞത്, കൊലയാളിയായ സഹോദരൻ തൻ്റെ സഹോദരനായ കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുവിൽ നിന്ന് മാപ്പ് കിട്ടിയാൽ ആരാണ് ഒരു മുസ്ലിമിൻ്റെ സഹോദരൻ? ഖുർആൻ തന്നെ അർത്ഥശങ്കയ്ക്കില്ലാതെ ഒരു ഡൗട്ടും ഇല്ലാണ്ട് ഇത് വ്യക്തമാക്കുന്നുണ്ട്. മുസ്ലിമാണ് മുസ്ലിമിൻ്റെ സഹോദരൻ എന്നുള്ളത്. കാരണം ഒരു മുസ്ലിമിൻ്റെ ബ്രദർഹുഡ് എന്ന് പറഞ്ഞൊരു സാധനമാണത് ഇവിടെ വർക്ക് ചെയ്യണത്. മുസ്ലിമിൻ്റെ സഹോദരൻ മുസ്ലിമാണ്. ഇത് ഖുർആനും ഹദീസും ഈ പറഞ്ഞ ഇസ്ലാമിൻ്റെ എല്ലാ സാഹിത്യത്തിലും നമ്മൾ പരിശോധിച്ചാൽ അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ മദ്രസയിൽ പോലും സാഹോദര്യം എന്ന ചാപ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം സാഹോദര്യമാണ് പഠിപ്പിക്കുന്നത്. അവിടെ മുസ്ലിങ്ങളുടെ സഹോദരന്മാർ ആരാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഖുർആൻ പറയുന്നൊന്ന് നോക്കാം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും, തീർച്ചയായും മുസ്ലിങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾ തമ്മിൽ, വിശ്വാസികൾ തമ്മിൽ ഏകോദര സഹോദരന്മാരാണ്, അവർ തമ്മിൽ രഞ്ജിപ്പുണ്ടാക്കുക. ഇതാണ് ഖുർആനിൽ പറയുന്നത്. അപ്പം ഈ വചനത്തിൻ്റെ അമാനി തഫ്സീർ എന്താണ് നമുക്ക് വായിക്കാം. രണ്ട് വിഭാഗം മുസ്ലിങ്ങൾക്കിടയിൽ വഴക്കും ഷണ്ഠയും കൂടുമ്പോൾ മറ്റുള്ളവർ, നേതാക്കന്മാർ വിശേഷിച്ചും, അവർ തമ്മിൽ സന്ധിയാക്കി നന്നാക്കി തീർക്കുന്നത് അവരുടെ കടമയാണ്. സത്യവിശ്വാസികൾ അന്യോന്യമുള്ള ബന്ധം അഭേദ്യമാണ്. അതെ, അവർ സഹോദരന്മാരാണ്, ജ്യേഷ്ഠാനുജന്മാരാണ്, ഒരേ സൃഷ്ടാവിൽ, ഒരേ രക്ഷിതാവിൽ, ഒരേ ആദർശത്തിൽ, ഒരേ നിയമസംഹിതയിൽ വിശ്വസിക്കുന്നവരാണ് അവർ. അവരുടെ വിചാരങ്ങളും ഉദ്ദേശലക്ഷ്യങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം ഒന്നായിരിക്കണം. അതുകൊണ്ട് ആ കുടുംബ സമൂഹത്തിൽ ഉൾപ്പെട്ട രണ്ട് സഹോദരങ്ങൾ തമ്മിൽ വഴക്കും വക്കാണവും ഉണ്ടായിക്കൂടാ. വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ അവരെ തമ്മിൽ ഒത്തിണക്കി യോജിപ്പിക്കൽ അവരുടെ ഒഴിച്ചുകൂടാനാവാത്ത കടമയാണ്. കടമ മാത്രമല്ല, സമുദായത്തിൻ്റെ നിലനിൽപ്പിനും അഭിവൃദ്ധിക്കും അനുപേക്ഷണീയമാണ്. ഇതാണ് അമാനി മൗലവി പറയുന്നത്. ഇതേ കാര്യം തന്നെയാണ് മറ്റ് ഖുർആൻ വചനങ്ങളും അടിവരട്ട് പറയുന്നത്. മൊത്തം ഇവിടെ അവതരിപ്പിക്കാനുള്ള സമയമില്ല. ഇനി നമ്മൾ നോക്കുന്നത്, സഹോദരന് മാപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞ വചനത്തിൽ ആധികാരിക ഖുർആൻ വ്യാഖ്യാനങ്ങൾ എന്തൊക്കെയാണ് കണ്ടതെന്നാണ്. നമുക്കതിൽ ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഒന്നാമതായി നമുക്ക് അമാനി മൗലവി, ഒരു കൊലപാതകം നടന്നത് കൊണ്ട് ഇരു കൂട്ടരും തമ്മിലുള്ള ഇസ്ലാമിക സാഹോദര്യ ബന്ധം മുറിഞ്ഞു പോകുന്നില്ല. അവർ തമ്മിലുള്ള ബന്ധമൊന്നും മുറിഞ്ഞു പോകുന്നില്ല. കൊലപാതകം ചെയ്തു വെച്ചാൽ ബന്ധമൊന്നും മുറിഞ്ഞു പോയില്ല. നേരെ മറിച്ച് മതമൊക്കെ വിടുകയാണെങ്കിൽ ആ സാഹോദര്യമൊക്കെ നഷ്ടപ്പെടും കേട്ടോ.
മനസ്സിലായില്ല. ഒരാൾ മുർത്തതായി കഴിഞ്ഞാൽ സഹോദര ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെടും, സ്വത്തവകാശം പോലും നമുക്ക് കിട്ടില്ല. ഓക്കെ, അവൻ്റെ സഹോദരനിൽ നിന്നും വല്ലതും മാപ്പു ചെയ്താൽ എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പരസ്പരം സഹോദരന്മാരായതുകൊണ്ടാണ്. പ്രതിക്രിയയിൽ വല്ലതും വിട്ടുകൊടുക്കേണ്ടതാണെന്നും അത് സൂചിപ്പിക്കുന്നു. ഇതാണ് അമാനി മൗലവി പറയണത്. ഇനി നമുക്ക് ആധികാരികമായ തഫ്സീറുകളിൽ ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി ഈ പറയുന്ന ഖിസ്വാസിന്റെ ആയത്തിൽ അതിൽ പറയുന്ന അഹ് സഹോദരൻ, അവിടെ പറയുന്ന സാഹോദര്യം, കൂവത്ത് ഇഹ്വത്ത് എന്നൊക്കെ പറയുന്ന സാഹോദര്യം, ഇതൊക്കെ എന്താണെന്ന് ഇമാം റാസി തൻ്റെ മഫാത്തിഹുൽ ഗൈബ് എന്ന തഫ്സീറിൽ എങ്ങനെയാണ് പറയുന്നത് മനസ്സിലാക്കുക. ഇമാം റാസി പറയാണ്, അൽ ബഹ്സു റബിഅ, 4ാമത്തെ ചർച്ച. ഇവിടെയാണ് ഈ പറയുന്ന സാഹോദര്യം എന്താണ്, സഹോദരൻ, ആ പറയപ്പെട്ട സഹോദരൻ ആരാണ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഏത് അർത്ഥത്തിലാണ് സാഹോദര്യം എന്ന വിശേഷത്തെ അള്ളാഹു സ്ഥാപിച്ചിട്ടുള്ളത് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞു. ഇന്ന് ഇബ്നു അബ്ബാസ് തമസ്സക ബിഹാദിഹിൽ ഫീ ബയാൻ കൗനിൽ ഫാസിഖിൻ മുഅ്മിനൻ. ഒരു മുസ്ലിമായ ഒരാൾ തെറ്റ് ചെയ്താലും അയാൾ മുസ്ലിം തന്നെ ആയിരിക്കും, അല്ലാതെ അതിൻ്റെ പേരിൽ അയാൾ കാഫിറാകൂല എന്നതിന് ഈ ഒരു ആയത്താണ് ഇബ്നു അബ്ബാസ് തെളിവായിട്ട് പിടിച്ചിട്ടുള്ളത്. 3 ന്യായങ്ങൾ അതിന് ഇബ്നു അബ്ബാസ് പറയുന്നു. അതായത് അന്നത്തെ കാലത്ത് ഖവാരിജികൾ എന്ന് പറയുന്ന വിഭാഗം പറഞ്ഞിരുന്നു, ഒരു മുസ്ലിമായ ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാൾ കാഫിറായി മാറും, അയാൾ ഇസ്ലാമിന് പുറത്തു പോകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംസാരമുണ്ടായിട്ടുണ്ട് ഖവാരിജികൾ എന്ന് പറഞ്ഞ വിഭാഗക്കാർക്കിടയിൽ. അപ്പോൾ ഈ ഖവാരിജികൾ എന്ന വിഭാഗക്കാരുടെ ഈ ഒരു സംസാരം, അതിന് എതിരായിട്ട് ഇബ്നു അബ്ബാസ് അങ്ങനെയല്ല, ഒരു മുസ്ലിമായ ഒരാൾ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അയാൾ ഇസ്ലാമിന് പുറത്ത് പോകില്ല എന്ന് പറയാൻ വേണ്ടി ഇബ്നു അബ്ബാസ് 3 ന്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ 3 ന്യായങ്ങൾക്ക് തെളിവായിട്ട് പറയുന്നത് ഈ ഒരു ആയത്താണ്. അപ്പൊ എന്താണ് ആ ന്യായങ്ങൾ? അല്ലവ്വൽ, ഒന്നാമതായിട്ട് പറഞ്ഞു, അന്നഹു തആല സമ്മാഹു മുഅ്മിനൻ ഹാലമാ വജബൽ ഖിസ്വാസു അലൈഹി. ഒരാളെ മേലെ ഖിസ്വാസ്, മറ്റൊരാളെ അയാൾ കൊന്നിട്ട് അയാൾ പ്രതിക്രിയക്ക്, ശിക്ഷക്ക് അർഹനായിട്ട് നിൽക്കുന്ന സമയത്ത് അയാളുടെ വിധി പറയുന്ന ആ ഒരു ആയത്തിൽ അയാളെ മുസ്ലിം മുഅ്മിൻ എന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ആയത്തിൽ അള്ളാഹു തആല വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഇബ്നു അബ്ബാസ് പറയുന്നത്. വഇന്നമാ വജബൽ ഖിസ്വാസു അലൈഹി ഇദാ സ്വദറ അൻഹുൽ ഖത്ലുൽ അംദുൽ ഉദ്വാൻ. ഒരാൾ ശത്രുതയോടുകൂടി മനഃപൂർവ്വം ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അയാളെ മേലിൽ ഖിസ്വാസ് നിർബന്ധമാണ്. വഹുവ ബിൽ ഇജ്മാഇ മിനൽ കബായിർ. ഈ കൊലപാതകം എന്ന് പറഞ്ഞാൽ അത് വൻപാപങ്ങളിൽപ്പെട്ടതാണ്. വൻപാപങ്ങളിൽപ്പെട്ട ഒരു കൊലപാതകം ചെയ്തു അതിൻ്റെ പേരിൽ ഖിസ്വാസ് നിർബന്ധമായ ഒരാൾ, അതിൻ്റെ പേരിൽ പ്രതിക്രിയ അല്ലെങ്കിൽ നടപടിക്ക് വിധേയനാക്കപ്പെടുന്ന, നിർബന്ധമായ ഒരു നടപടിക്ക് വിധേയനാക്കപ്പെടണമെന്ന് പറയപ്പെടുന്ന ഒരാൾ, അങ്ങനെയുള്ളയാളെ ഈ ഒരു ആയത്തിൽ മുസ്ലിമായി തന്നെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അബ്ബാസ് പറയുന്നത്. വസാനി, 2ാമത്തെ കാര്യം, അന്നഹു തആല, തീർച്ചയായിട്ടും അല്ലാഹു തആല അസ്ബത്തൽ ഉഖൂവത്തു, സാഹോദര്യത്തിനെ സ്ഥാപിച്ചിട്ടുണ്ട്. ബൈനൽ ഖാഇലി വബൈന വലിയുദ്ദീൻ, കൊല്ലപ്പെട്ടയാളുടെ അവകാശിയുടെയും അതുപോലെ കൊന്നവന്റെ ഇടയിലുള്ള സാഹോദര്യത്തിന് അല്ലാഹു തആല അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. വലാ ശക്കുൻ അന്ന ഹാദിഹിൽ ഉഖൂവത്തു തകൂനു ബിസബബിദ്ദീൻ. ഈ ഒരു സാഹോദര്യം, കൊന്നവന്റെയും കൊല്ലപ്പെട്ടവന്റെയും ഇടയിലുള്ള സാഹോദര്യം, കൊന്നവന്റെയും കൊല്ലപ്പെട്ടവന്റെ അവകാശിന്റെ ഇടയിലുള്ള ഒരു സാഹോദര്യം, അത് മതം കൊണ്ടാണ്, മതത്തിന്റെ കാരണത്താലാണ് എന്നതിൽ യാതൊരു സംശയമില്ല എന്നാണ് ഇബ്നു അബ്ബാസ് പറയുന്നത്. ലിഖൗലിഹി തആല, അല്ലാഹു തആലാന്റെ ഖൗലുണ്ടാകാൻ വേണ്ടിയിട്ട്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തു, തീർച്ചയായിട്ടും ഈ പറയുന്ന മുഅ്മിനീങ്ങളൊക്കെ, തീർച്ചയായിട്ടും മുസ്ലിങ്ങളൊക്കെ സഹോദരങ്ങളാണ് എന്ന് ഹുജറാത്ത് എന്ന ഖുർആനിലെ അധ്യായത്തിൽ 15-ാം വചനത്തിൽ പറയുന്നത്. ആ ഒരു വചനം വെച്ചിട്ടാണ് ഈ പറഞ്ഞ ആയത്തിലെ അഹ്, സഹോദരൻ എന്നുള്ളത് മുസ്ലിം തന്നെയാണ് എന്ന് ഇബ്നു അബ്ബാസ് സ്ഥാപിക്കുന്നത്. فلولا أن الإيمان باق مع الفسق وإلا لما بقيت الأخوة الحاصلة بسبب الإيمان. ഈമാൻ കാരണമായിട്ട് കരസ്ഥമാകുന്ന ഒരു സാഹോദര്യത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ പറയുന്ന മുസ്ലിമീങ്ങൾ തമ്മിലുള്ള സാഹോദര്യത്തിനെ കുറിച്ച് ഇബ്നു അബ്ബാസ് പറയാണ്, ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ട് അയാളിൽ നിന്ന് ഈമാൻ പോകുകയാണെങ്കിൽ, ഫലൗലാ അന്നൽ ഈമാൻ ബാഖി മഅൽ ഫിസ്ഖ്, ഒരാളുടെ ഈമാന് പോകുന്നു, അയാൾ ഇസ്ലാമിന് പുറത്തു വന്നു അല്ലെങ്കിൽ കാഫിറാകുന്നു, അയാൾ തെറ്റ് ചെയ്ത കാരണത്താൽ, അങ്ങനെയാണെങ്കിൽ ഒരിക്കലും പിന്നെ
അയാളുടെ മുസ്ലിം എന്ന നിലക്ക് മറ്റുള്ള മുസ്ലിങ്ങളുമായിട്ട് അയാൾക്കുണ്ടായിരുന്ന ആ ഒരു സഹോദര ബന്ധം അവിടെ നിലനിൽക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അഹ്, ഖുറാനിൽ പറഞ്ഞ അഹ് സഹോദരൻ എന്നുള്ള പ്രയോഗത്തിന് അങ്ങനെയാണെങ്കിൽ അവിടെ നിലനിൽക്കില്ല. എന്നാൽ ഇവിടെ അഹ് എന്ന് പ്രയോഗിച്ചതുകൊണ്ട് നിലനിൽപ്പ് ഉണ്ട്. ഇവിടെ അഹ് എന്ന് പ്രയോഗിച്ചതുകൊണ്ട് അവിടെ ആ ഒരു സാഹോദര്യമുണ്ട്. ഏത് വിശ്വാസം എന്ന നിലക്കുള്ള സാഹോദര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊലപാതകി അവിടെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള അയാൾ മുസ്ലിം തന്നെയാണ് അപ്പോൾ എന്നാണ് ഇവിടെ ഇബ്നു അബ്ബാസ് പറയുന്നത്. അപ്പൊ മനസ്സിലാക്കണം, കൊന്നവനും കൊല്ലപ്പെട്ടവനൊക്കെ മുസ്ലിം തന്നെയാണ് എന്നാണ് ഇവിടെയൊക്കെ ആ ഒരു സൂചന ഇബ്നു അബ്ബാസ് നൽകുന്നത്. ഇമാം റാസിയാണ് ഈ ഒരു ഇബ്നു അബ്ബാസിന്റെ ഉദ്ധരണി ഉദ്ധരിക്കുന്നത്. പിന്നെ അവിടെ പറയുന്ന ഒരു കാര്യം, അസ്സാലിത്ത് മൂന്നാമത്തെ ന്യായം, അന്നഹു തആല, തീർച്ചയായിട്ടും അല്ലാഹു തആല നദബ ഇലൽ അഫ്വി, മാപ്പ് പറയാൻ വേണ്ടിയിട്ട് മാപ്പ് കൊടുക്കാൻ ക്ഷണിച്ചിട്ടുണ്ട്. അനിൽ ഖാതിൽ, കൊന്നവന് മാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല ക്ഷണിച്ചിട്ടുണ്ട്. വന്നദ്ബു ഇലൽ അഫ്വി ഇന്നമാ യലീഖു ബിൽ മുഅ്മിൻ. അപ്പോ ഈ പറയുന്ന ക്ഷണം, അതായത് മാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷണം, തീർച്ചയായിട്ടും അത് മുസ്ലിമീങ്ങളുമായി മാത്രം ബന്ധപ്പെട്ടതാണ് എന്നാണ് ആര് പറയുന്നത്, ഇബ്നു അബ്ബാസ് പറയുന്നത്. ഒരാള് മറ്റൊരാൾക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളത് അത് മുസ്ലിമീങ്ങൾക്കിടയിലുള്ളതാണ് എന്നുള്ളതാണ്. ഇനി ഇമാം തൊബുറാനി തൻ്റെ തഫ്സീറിന്റെ ഈ ഒരു പറയുന്ന ഖിസ്വാസിന്റെ ആയത്തിന്റെ വിശദീകരണത്തിൽ അവസാനത്തിൽ പറയുന്ന ഭാഗം, ആ ഭാഗം ഒന്ന് മുഴുവനായിട്ടൊന്ന് വായിക്കും. ഒഫി ഹാദിഹിൽ ആയത്ത് ദലീൽ, ഈ ആയത്തിൽ തെളിവുണ്ട്. അൽ ഖാതില യസീർ കാഫിറ, ഈ ഒരു കൊലപാതകി കാഫിറാകൂല, അവിശ്വാസിയാകൂല എന്നതിന് തെളിവുണ്ട് ഈ ഒരു ആയത്തില്. വല യഖ്ലുദു ഫിന്നാർ, നരകത്തിൽ അയാൾ സ്ഥിരവാസിയുമാകൂല. അയാൾ കാഫിറോ, അയാളുടെ വിശ്വാസം ഇല്ലാതാകൂല, അയാൾ മുസ്ലിം അല്ലാതാകൂല, അയാൾ ഒരിക്കലും ഈ കൊലപാതകം കാരണമായിട്ട് നരകത്തിൽ നിത്യവാസിയാകാനും പോകുന്നില്ല എന്നൊന്നും ഈ ഒരു ആയത്തിൽ തെളിവുണ്ട്. അല്ലാഹു തആല ഖാതബഹു, അല്ലാഹു തആല ഈ ഒരു ആയത്തിന്റെ അഭിസംബോധകരോട് പറഞ്ഞതിന് വേണ്ടിയിട്ട് എന്താ പറഞ്ഞ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, അങ്ങനെ പറഞ്ഞ, കുത്തിബ അലൈക്കും, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കും. അപ്പോ അവിടെ വിശ്വാസികളോടാ പറയുന്നത്, വിശ്വാസികളുടെ മേലെ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖാനഫി ആഖിലായ മറ്റൊരായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഫമൻ ഒഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ, അപ്പൊ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സഹോദരന് വല്ലതും പുറത്തു കൊടുത്താൽ, മാപ്പ് കൊടുത്താൽ എന്നുള്ള ഒരായത്ത് പറയുന്നുണ്ട്. ഫസമ്മൽ ഖാതിലു അഖലിൽ മഖ്തൂൽ, അപ്പൊ ഇവിടെ കൊന്നയാളെ കൊല്ലപ്പെട്ടവനെ സഹോദരൻ എന്നുള്ള ആൾക്കാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. വഖാല തആല, അല്ലാഹു തആല പറയുകയും ചെയ്തു, ദാലിക തഖ്ഫീഫുൻ മിൻ റബ്ബിക്കും, അത് ഒരു ലഘൂകരണമാണ്, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഒരു ലഘൂകരണമാണ്. വറഹ്മത്തുൻ, അനുഗ്രഹമാണ്. വഹുമ യുൽഹിഖാനി അൽ മുഅ്മിനീൻ, അവർ രണ്ടുപേരെയും ചേർക്കപ്പെട്ടിരിക്കുന്നു മുസ്ലിമീങ്ങൾ എന്നുള്ള നിലക്ക്, മുഅ്മിനീങ്ങൾ എന്ന നിലക്ക് ചേർക്കപ്പെടുകയും ചെയ്തിട്ട്. വഹുമ യുൽഹിഖാനി മുഅ്മിനീന, അവർ മുഅ്മിനീങ്ങൾ എന്ന നിലക്ക് ചേർക്കപ്പെട്ടിട്ടുണ്ട്. ദൂനൽ കുഫാർ, കാഫിർ എന്ന നിലക്കല്ല, കുഫാർ എന്ന നിലക്കല്ല, അവിശ്വാസികൾ എന്ന നിലക്ക് അവർ ചേർക്കപ്പെട്ടിട്ടില്ല, അവരെ മുഅ്മിനീങ്ങൾ എന്ന നിലക്കാണ് ചേർക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കൊന്നവനും കൊല്ലപ്പെട്ടവനും മുസ്ലിം ആണെങ്കിലാണ് ഈ പറയപ്പെട്ട നിയമം, ഈ പറയപ്പെട്ട ഖിസാസിന്റെ നിയമം എന്നാണ് ഇമാം തുബറാനിയും ഇവിടെ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത്. വയുർവ അൻ മസ്റൂഖൻ, അവിടെ ഒരു ഹദീസിനെ കുറിച്ച് പറയുന്നുണ്ട്. സുഇല, മുഹമ്മദ് നബിയോട് ചോദിക്കപ്പെട്ടു, ഹല്ലിൽ ഖാതിലി തൗബ, കൊന്നയാൾക്ക് തൗബുണ്ടോ, കൊന്നയാൾക്ക് കൊലപാതകിക്ക് പശ്ചാത്താപമുണ്ടോ, അതായത് അയാളുടെ തൗബ, പശ്ചാത്താപം സ്വീകരിക്കപ്പെടും. അപ്പോ മുഹമ്മദ് നബി പറഞ്ഞു, ലാ ഉഗ്ലിഖു ബാബൻ ഫതഹഹു അല്ലാഹ്, ആ ഒരു പശ്ചാത്താപത്തിന്റെ കവാടം ബന്ധിക്കപ്പെട്ടിട്ടില്ല, അത് പൂട്ടിയിട്ടില്ല, പൂട്ടി വെച്ചിട്ടില്ല, അള്ളാഹു അത് തുറന്നു വെച്ചിരിക്കുക. അതായത് ആ പശ്ചാത്താപം സ്വീകരിക്കപ്പെടാം എന്നുള്ളതിലേക്കുള്ള സൂചനയാണ് ആ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരിക്കലും ഒരു മുസ്ലിം അല്ലാത്തൊരാൾക്ക് പശ്ചാത്താപിക്കാനുള്ള അവസരമില്ല, അയാൾ ആദ്യം മുസ്ലിം ആക്കണം, എന്നാൽ പിന്നെ പശ്ചാത്താപം എന്നുള്ളത് അള്ളാഹു സ്വീകരിക്കുള്ളൂ. അല്ലാതെ മുസ്ലിം അല്ലാത്ത ഒരാൾ പശ്ചാത്തപിച്ചിട്ട് അയാൾ സ്വീകരിക്കില്ല എന്നുള്ള ചർച്ച ഇസ്ലാമിലില്ല. ഏതായാലും ഈ പറഞ്ഞ ഭാഗത്തും അവിടെ തൊബ്രാനി സമർപ്പിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ ആയത്തിലെ കൊലപാതകിയും കൊല്ലപ്പെട്ടവനൊക്കെ മുസ്ലിമാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ നിയമം എന്നുള്ളതാണ് തൊബ്രാനിയും പറയുന്നത്.
സൂറത്തുൽ ബഖറയിലെ ഈ ഒരു ഖിസ്വാസിന്റെ ആയത്തിൽ അവിടെ ഉദ്ദേശിക്കുന്നത് കൊന്നവനാണെങ്കിലും കൊല്ലപ്പെട്ടവനാണെങ്കിലും ഒക്കെ മുസ്ലിമാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ, മറ്റാരും അവിടെ ഉദ്ദേശമില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു മുഫസ്സിറുകൾ അങ്ങനെ മനസ്സിലാക്കി, പ്രസിദ്ധരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയത് എന്നുള്ളത്. ഇപ്പോൾ ഇമാം ജലാലുദ്ദീൻ മഹല്ലിയാണോ ജലാലുദ്ദീൻ സുയൂത്തിയാണോ എന്ന് അറിയില്ല, അത് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഏതായാലും ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് എഴുതിയതാണ് തഫ്സീർ ജലാലൈനി. ആ ജലാലൈനിയിൽ ഈ പറയുന്ന ആയത്തിൽ ഈ ഖിസ്വാസിനെ കുറിച്ച് പറയുന്ന ബഖറയിലെ ആയത്തിനെ കുറിച്ച് 178 ആയത്തിനെ കുറിച്ചുള്ള ചർച്ചയിൽ പറയുന്നത് ബി അന്നൽ ഖത്ലു, തീർച്ചയായിട്ടും കൊലപാതകം, ലാ യഖ്തഉ ഖുവ്വത്തുൽ ഈമാൻ, ഈമാനിനാനുള്ള സാഹോദര്യ ബന്ധത്തെ, വിശ്വാസം കാരണമായിട്ടുണ്ടാകുന്ന സാഹോദര്യ ബന്ധം ഒരിക്കലും കൊലപാതകം മുറിച്ചു കളയില്ല എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചർച്ച അവിടെ കൊണ്ടുവരാനുള്ള കാരണം എന്താണ് എനിക്ക് മനസ്സിലാവില്ലേ. ഇനി അത് തന്നെയാണോ അവിടെ ഉദ്ദേശം എന്നുള്ളത് നമ്മൾ ഹാഷിദ് സ്വാവിയിൽ നോക്കിയാലും, ഹാഷിദ് സ്വാവി എന്ന് പറഞ്ഞാൽ ജലാലൈനിയുടെ വിശദീകരണമാണ്, ആ തഫ്സീർ ജലാലൈനിയുടെ വിശദീകരണം. ആ വിശദീകരണത്തിൽ പറയുന്നുണ്ട് ലാ യഖ്തഉ ഖുവ്വത്തുൽ ഈമാൻ, ഈമാനിന്റെ ആ ഒരു ഈമാനാലുള്ള മതവിശ്വാസത്താലുള്ള ആ ഒരു സാഹോദര്യം, മുസ്ലിം എന്ന ആ ഒരു വിശ്വാസത്താലുള്ള ആ ഒരു ഇസ്ലാമുള്ള വിശ്വാസത്താലുള്ള സാഹോദര്യ ബന്ധം ഒരിക്കലും മുറിക്കപ്പെടില്ല, അല്ലെങ്കിൽ മുറിക്കൂല. എന്ത് കൊലപാതകം എന്നുള്ളത് മുറിക്കൂല എന്ന് ജലാലൈനിൽ പറഞ്ഞത്. ആ പറഞ്ഞതിന്റെ വിശദീകരണമായിട്ട് പറയുന്നു ഐ ഖിലാഫുൽ ഖവാരിജി, അത് ഇത് ഖവാരിജർക്കെതിരായിട്ട് പറഞ്ഞതാണ്. ഖായിലീന ബിഖത്ഇൽ ഈമാനി ബിൽ മആസി, ഒരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റ് കാരണമായിട്ട്, ഒരു പാപം കാരണമായിട്ട് അയാളുടെ ഈമാൻ ഇല്ലാതെയാകും, അയാളുടെ വിശ്വാസം ഇല്ലാതെയാകും, ആ വിശ്വാസം ഇല്ലാതെ അയാൾ കാഫറായി പോകുമെന്ന് പറഞ്ഞ ഖവാരിജുകൾക്കെതിരായിട്ടാണ് ഈ ജലാലൈനിയിൽ ഈ പറഞ്ഞ ഭാഗം പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത്. സാഹോദര്യ ബന്ധം ഒരിക്കലും ഒരു കൊലപാതകം ചെയ്തെന്നുകൊണ്ട് മുറിഞ്ഞു പോകില്ല. ഏത് സാഹോദര്യ ബന്ധം? മതവിശ്വാസിയാണ്, മുസ്ലിമാണ് എന്ന കാരണത്താൽ വന്നു ചേർന്ന ആ ഒരു സാഹോദര്യ ബന്ധം ഒരിക്കലും മുറിഞ്ഞു പോകില്ല കൊലപാതകം ചെയ്തു എന്നതുകൊണ്ട്. അപ്പോൾ കൊന്നവനും കൊല്ലപ്പെട്ടവനും അപ്പോഴും മുസ്ലിം എന്ന നിലയ്ക്ക് സഹോദരങ്ങൾ തന്നെയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിന് ജലാലൈനി ആണെങ്കിലും ജലാലൈനിയുടെ വിശദീകരണമായിട്ടുള്ള സ്വാവി നോക്കിയാലും ഒക്കെ നമുക്കിത് വ്യക്തമാണ്, അവിടെയുള്ള ചർച്ച അതാണ് എന്നുള്ളത്. ഇനി ഇമാം നസഫി ഈ പറയുന്ന സാഹോദര്യത്തെക്കുറിച്ച് തൻ്റെ തഫ്സീറിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. ഇത് പറഞ്ഞ ദുഃഖിറ ബിലഫ്ലിൽ ഉഖുവത്തി, ഇവിടെ പറയപ്പെട്ട ബിലഫ്ലിൽ ഉഖുവത്തി, സാഹോദര്യം എന്ന പദം കൊണ്ട് പറയപ്പെട്ടു. ബഅസല്ലഹു, ആളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആരെ? കൊല ചെയ്യപ്പെട്ട ആളുടെ അവകാശിയെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആളിൽ അത്തുഫി, അവനോട് ദയ തോന്നാൻ വേണ്ടിയിട്ട്, കൊന്ന ആളോട് ദയ തോന്നാൻ വേണ്ടിയിട്ട്, ലിമാ ബൈനഹുമ മിനൽ ജിൻസിയത്തി വൽ ഇസ്ലാം, കാരണം അവർക്കിടയിൽ മനുഷ്യവർഗം എന്ന നിലയിലും മുസ്ലിം എന്ന നിലയിലുമുള്ള സാഹോദര്യം അവർക്കിടയിൽ ഉണ്ടായതുകൊണ്ട് അവനോട്, ഈ കൊന്നയാളോട് ഒരു ദയ തോന്നാൻ വേണ്ടിയിട്ട്, അങ്ങനെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ദയ തോന്നാനുള്ള പ്രേരണ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഉഹൂവത്ത്, സാഹോദര്യം എന്നുള്ള പദം ഇവിടെ പറഞ്ഞിട്ടുള്ളത്, പ്രയോഗിച്ചിട്ടുള്ളത് എന്നാണ് ഇമാം നസഫി തൻ്റെ തഫ്സീറിൽ പറയുന്നത്. ഇമാം ബൈളാവി തൻ്റെ തഫ്സീറായ അൻവാറു തെൻസീലി വ അസ്റാറു തഅ്വീൽ എന്ന് പറയുന്ന ഗ്രന്ഥം, ആ ഒരു ഗ്രന്ഥത്തിൽ ഖിസാസിൻ്റെ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസ് എന്ന് പറയുന്ന ആയത്തിൽ ഇഖ്വത്ത് എന്ന് പറഞ്ഞാൽ, സാഹോദര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം, എന്താണ് സാഹോദര്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ഇമാം ബൈളാവി, പ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാക്കളിൽപ്പെട്ട ഇമാം ബൈളാവി എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് നമുക്ക് നോക്കാം. അദ്ദേഹം പറയുന്നു വദക്കറഹു, ഖാത്തിലിനെ, കൊലപാതകയെക്കുറിച്ച് പറഞ്ഞു, ബിലഫ്ലിൽ ഇഖ്വത്തി, സാഹോദര്യം കൊണ്ട് പറഞ്ഞു, ബിലഫ്ലിൽ ഇഖ്വത്തി സാബിതത്തിൻ ബൈനഹുമ, അവർക്കിടയിൽ സ്ഥിരമായതായ സാഹോദര്യം കൊണ്ട് പറഞ്ഞു. അവർക്കിടയിൽ എങ്ങനെ സ്ഥിരമായ സാഹോദര്യമാണ്? മിനൽ ജിൻസിയത്തി വൽ ഇസ്ലാമി, മനുഷ്യവർഗമാണെന്നത് കൊണ്ടും പിന്നെ അതുപോലെ തന്നെ മുസ്ലിമാണെന്നത് കൊണ്ടും, വൽ ഇസ്ലാമി, മുസ്ലിമാണെന്നതുകൊണ്ട് സ്ഥിരപ്പെട്ടതായിട്ടുള്ള സാഹോദര്യം കൊണ്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ലി യരിഖു ലഹു വ യഅതിഫു അലൈഹി, അവനോട്, ആ ഒരു കൊന്നയാളോട് ഒരു ദയ തോന്നാൻ വേണ്ടി, ഒരു അലിവ് തോന്നാൻ വേണ്ടിയും ദയ തോന്നാൻ വേണ്ടിയിട്ടൊക്കെ
അവർക്കിടയിൽ മനുഷ്യരാണ് എന്നതുകൊണ്ട് മുസ്ലിമാണ് എന്നതുകൊണ്ട് സ്ഥിരപ്പെട്ടതായിട്ടുള്ള സാഹോദര്യത്തിനെ ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്നാണ് ആര് പറയുന്നത്? ഇമാം ബൈളാവി പറയുന്നത്. അപ്പോൾ ഇവിടെ മുസ്ലിമാണ് എന്ന രീതിയിലുള്ള സാഹോദര്യമായിരുന്നില്ല ഉദ്ദേശമെങ്കിൽ അങ്ങനെ ഒരു പരാമർശത്തിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഇമാം റാസിയും തബ്റാനിയും ജലാലൈനിയും അതിൻ്റെ വിശദീകരണമായിട്ടുള്ള സ്വാവിയും നസഫിയും ബൈളാവിയും ഒക്കെ പറയുന്നത് ആരാണ് സഹോദരൻ, ആർക്കാണ് മാപ്പ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിൽ സഹോദരൻ എന്താണെന്ന്, ആർക്കാണ് മാപ്പ് കൊടുക്കേണ്ടതെന്ന്, മുസ്ലിമിനോട് എങ്ങനെയാണ് വർത്തിക്കേണ്ടത്, അമുസ്ലിമിനെ കൊന്ന മുസ്ലിമിനെ കൊല്ലാമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്തു. ഇനി അമുസ്ലിമിനോട് എങ്ങനെയാണ് വർത്തിക്കേണ്ടത് എന്ന് ഖുർആൻ്റെ അധ്യാപനങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാകുന്നു. വല്ലദീന മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരാകട്ടെ, അസിദ്ദാഉ അലൽ കുഫാരി, കാഫിറുകളുടെ മേൽ കഠിന കഠോരരാകുന്നു. റുഹമാഉ ബൈനഹും, പരസ്പരം കരുണ ചൊരിയുന്നവരും ദയാലുക്കളുമാകുന്നു. തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാന, അള്ളാഹുവിൽ നിന്നുള്ള ഐശ്വര്യങ്ങളും പ്രീതിയും കാംക്ഷിച്ചുകൊണ്ട് സുജൂദിലും റുക്കൂഇലും കഴിയുന്നവരായിട്ട് അവരെ നിങ്ങൾ കാണും. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്, അവരുടെ മുഖങ്ങളിൽ റുക്കൂഇൻ്റെയും സുജൂദിൻ്റെയും പ്രത്യേക അടയാളങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ദാലിക മസലുഹും ഫി തൗറാത്ത്, അതാണ് തൗറാത്തിലുള്ള അവരുടെ ഉപമ. വ മസലുഹും ഫിൽ ഇൻജീലി, ഇൻജീലിലുള്ള അവരുടെ ഉപമയാവട്ടെ, കസർഉൻ അഖ്റജ ശത്അഹു ഫആസറഹു ഫസ്തഗ്ലല്ല ഫസ്തവ അലാ സൗഖിഹി യുഅ്ജിബു സുറാഅ്, അതൊരു വിള പോലെയാകുന്നു. അത് അതിൻ്റെ കൂമ്പ് പുറപ്പെടുവിച്ചു, എന്നിട്ട് അതിനെ പുഷ്ടിപ്പെടുത്തി, അങ്ങനെ അത് കട്ടിക്കൂടി, എന്നിട്ട് കൃഷിക്കാരെ ആശ്ചര്യപ്പെടുത്തുമാറ് അതിൻ്റെ തണ്ടുകളിൽ സ്വയം ശരിപ്പെട്ടു നിന്നു. ഇനി ഇത്രയും ഉപമകൾ പറഞ്ഞിട്ട് തൗറാത്തിലും ഇഞ്ചിയിലുള്ള ഉപമ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് മൂപ്പരൊരു സാധനം വെക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പർപ്പസ് എന്താണെന്ന്. ലിയഗീള ബിഹിമുൽ കുഫാർ, കാഫിറുകളെ അല്ലെങ്കിൽ അവിശ്വാസികളെ അവരെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി. അതായത് മുഹമ്മദിൻ്റെ കൂടെയുള്ള ആളുകൾ പരസ്പരം ദയാലുക്കളായിട്ട് കരുണ ചൊരിയുന്ന ആളുകളായിട്ട് നിൽക്കുന്നതും അതേസമയം കാഫിറുകളോട് കഠോരന്മാരായിട്ട് നിൽക്കുന്നതും എന്തിനാണ്? ഈ ഉദാഹരണങ്ങളിലൊക്കെ ചൂണ്ടിക്കാണിച്ച പോലെ നിൽക്കുന്നതിൻ്റെയൊക്കെ പർപ്പസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുക കാഫിറുകളെ. അള്ളാഹ്ക്കൊരു പ്രത്യേക സുഖമാണ്. ഒരു കൂട്ടം പടപ്പുകൾ ഉണ്ടാക്കിയിട്ട് വേറൊരു കൂട്ടം പടപ്പുകളൊക്കെ ഉപയോഗിച്ച് ഇവരെ ദേഷ്യം പിടിപ്പിക്കുമ്പോൾ അള്ളാഹ്ക്കൊരു പ്രത്യേക ഒരു സുഖം കിട്ടാനുണ്ട്. അപ്പോൾ ആ സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അതെ, അത് അള്ളാഹുവിന് അങ്ങനെ പല ഇതേപോലുള്ള ക്രിഞ്ച് പരിപാടികളൊക്കെ ചെയ്യുന്ന മുമ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ആളുകളെ ഒന്ന് മൂപ്പിക്കുക എന്ന് പറയുമ്പോൾ സാധാരണ അങ്ങനെ അവരെ വരത്തിയിട്ട് മൂപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് അള്ളാഹു സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഈ വചനത്തിൻ്റെ ഇപ്പം വായിച്ചിട്ടുള്ള വചനത്തിൻ്റെ അതിൻ്റെ ബഗവിയിലുള്ള വ്യാഖ്യാനത്തിൽ എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ പറയുന്നത്, വിശ്വാസികൾ അവിശ്വാസികളോട് ഒരു സിംഹം തൻ്റെ ഇരയോടെന്ന പോലെ അവരുടെ കാര്യത്തിൽ ഒരു കരുണയും ദയയും ഇല്ലാത്തവരായിരിക്കണം. വിശ്വാസികൾ പരസ്പരം ഒരു കുട്ടിയോട് രക്ഷിതാക്കൾക്ക് എന്ന പോലെ ദയയും അനുകമ്പയും ഉള്ളവരായിരിക്കണം. ഒരു വൈബാണ് ഇസ്ലാമിലേക്ക് പോകുമ്പോഴുള്ളൊരു പ്രശ്നം ഇതാണ്. മനസ്സിലായില്ലേ? ഇസ്ലാം ഇങ്ങനെയാണ്, മനസ്സിലായില്ലേ? മുസ്ലിങ്ങൾ ഇങ്ങനെയാണെന്നല്ല കേട്ടോ, മുസ്ലിങ്ങൾ ഇങ്ങനെയൊന്നുമല്ല പെരുമാറുന്നത്. ഇസ്ലാമിലെ സാധനമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അള്ളാഹു മുസ്ലിങ്ങളെ അധികരിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തത് അവർക്ക് തീരാത്ത അമർഷമുണ്ടാക്കാൻ വേണ്ടിയാണ്. അതിനാണ് നമ്മൾ ആളെ കൂട്ടി കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് ബഗവി പറയുന്നത്. ഇബ്നു കസീറിൽ പറയുന്നത് എങ്ങനെയാണ്? ഇത് വിശ്വാസികളുടെ സ്വഭാവ ഗുണമാണ്. അവർ അവിശ്വാസികളോട് ഉറച്ചവരും കഠോരരുമാണ്. നന്മയുള്ളവരോട് കരുണയുള്ളവരും കാഫിറുകളോട് മുഖം കടുപ്പിക്കുന്നവരും മുസ്ലിം സഹോദരന്മാരോട് പ്രസന്ന വദനരും പുഞ്ചിരിക്കുന്നവരുമായിരിക്കും. ഇതാണ് ആര് പറഞ്ഞത്? ഇബ്നു കസീർ സാഹിബ് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതാണ് ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ. നമുക്കതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ നമുക്ക് ഒന്ന് നോക്കാം.
ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുന്യാനും മർസൂസ്. തീർച്ചയായും കല്ലുകൾ സുദൃഢമായി സംയോജിപ്പിച്ച ഒരു എടുപ്പ് പോലെ അണിചേർന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഈ പറഞ്ഞ ബന്യാനുൽ മർസൂസ് എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ, ഇതാണ് നമ്മുടെ അടുത്ത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടന്ന സമയത്ത് ഈ പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ മിലിറ്ററി ആക്ഷന് അവരുടെ ഓപ്പറേഷൻ ഇട്ട പേരാണ് ബന്യാനുൽ മർസൂസ്. ഇതിവിടുത്തെ ആ യോജിപ്പ്, കല്ലുകൾ, ദൃഢമായ കല്ലുകൾ പോലെ അങ്ങനെ ഉറച്ചു നിൽക്കുന്ന എടുപ്പ് പോലെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞ ആ സാധനം. ആ ഓപ്പറേഷന് പാകിസ്ഥാൻ ഇട്ട പേര് ബന്യാനുൽ മർസൂസ് എന്നാണ്. മനസ്സിലായല്ലേ? ആ ഓപ്പറേഷൻ്റെ പേര് അതാണ്. അത് ഈ പറഞ്ഞ ആയത്തിൽ നിന്നാണ് ആ പേര് വന്നിട്ടുള്ളത്. അപ്പം ഈ ആശയത്തിൽ മുഹമ്മദ് നബി എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുന്യാനി യശുദ്ദു ബഅ്ളഹു ബഅ്ളാ. ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസി ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു ശക്തിമത്തായ ഒരു എടുപ്പ് പോലെയാണ്. ഒരു മുസ്ലിമും ഒരു അമുസ്ലിമും തമ്മിൽ എങ്ങനെയാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് എന്നും ഒരു കൊലയാളിയോട് ഇസ്ലാമിൻ്റെ സമീപനം എന്താണെന്നും ഖുർആനും ഹദീസും മുന്നോട്ട് വയ്ക്കുന്ന ലോകത്ത് അമുസ്ലിമിൻ്റെ ജീവൻ്റെ വിലയും സുരക്ഷിതത്വവും എന്താണെന്നും മാപ്പ് കൊടുക്കാനുള്ള ഒരു നേരിയ സൂചനയെങ്കിലും ഉള്ളത് അത് മുസ്ലിമിൻ്റെ ആരെങ്കിലും ഒരു മുസ്ലിം ഒരു മറ്റൊരു മുസ്ലിമിനെ കൊന്ന കാര്യത്തിൽ മാത്രമാണെന്നും ഇവിടെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഇല്ലാണ്ട് ഇവിടെ വ്യക്തമാവുന്നുണ്ട്. ഇത് സംബന്ധിച്ച് എല്ലാ ഉദ്ധരണികളും എല്ലാ ഹദീസുകളും എല്ലാ സാധനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരാഴ്ചകളോളം നമുക്ക് വായിക്കാനുള്ള സാധനമുണ്ട്, ഇതിലുണ്ട് ഇഷ്ടം പോലെ സാധനമുണ്ട്. ഇനി നമുക്ക് പരിഗണിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ തിന്മ ചെയ്താൽ അത് മതത്തിൻ്റെ കുറ്റമായി പറയാമോ എന്നതാണ്. മുസ്ലിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും തിന്മ ചെയ്താൽ അത് മതത്തിൻ്റെ കുറ്റമാണെന്ന് പറയുന്ന ഒരു സെൻസിബിളായിട്ടുള്ള ഒരാൾക്കും അത് പറയാൻ കഴിയില്ല. അത് ആരും അങ്ങനെ പറയില്ല, നമ്മളേതായാലും പറയാറില്ല. അങ്ങനെ പറയുന്ന ആളുകളുണ്ടാവാം, അവരോട് ചിലപ്പോൾ അത് കൃത്യമായിട്ടുള്ള ചോദ്യമായിരിക്കാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ധാരാളം ഈ മദ്രസ അധ്യാപകർ കുട്ടികളെ പീഡിപ്പിക്കുന്നൊരു വിഷയം എടുക്കുക, അതിൽ കുറേ ആളുകളെ പിടിക്കപ്പെടുന്നുമുണ്ട് അല്ലേ? ഇത് മതത്തിൻ്റെ കുറ്റമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലെയിൻ ആൻഡ് സിമ്പിൾ, ഇത് മതത്തിൻ്റെ കുറ്റമല്ല. കാരണം എന്താണ്? ഇത് മതം ഇങ്ങനെ പഠിപ്പിക്കുന്നില്ല. മതം പഠിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, ശരിക്കും മതത്തിൽ ഇതിനെതിരായിട്ടാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്നാണ് മതം പഠിപ്പിക്കുന്നത്. അത് വളരെ നിന്ദ്യമായിട്ടുള്ള ഒരു മോശം പ്രവൃത്തിയായിട്ട് തന്നെയാണ് മതം പഠിപ്പിക്കുന്നത്. പക്ഷേ മദ്രസ അധ്യാപകർ അനേകം, അതിനേക്കാളും കൂടുതൽ ഇരട്ടി ഇവിടെ സ്കൂൾ അധ്യാപകരുണ്ട്, നാട്ടിലുണ്ട്. പക്ഷേ അവരുടെ കൂട്ടത്തിലൊന്നും ഈ വിഷയത്തിലുള്ള ശതമാനത്തിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ മദ്രസ അധ്യാപകരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെങ്കിലും ഈ പറഞ്ഞ സാധനം മതം കാരണം, മതത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ സാധനം ചെയ്യുന്നതെന്നും മതത്തിന് ആ വിഷയത്തിൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അതിൽ വേറെ കുറേ കാരണങ്ങളാണ്. ദർസുകളിലും മദ്രസകളിലൊക്കെ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ, ഇപ്പോൾ ദർസുകളിലൊക്കെ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അവർ പറയാറ് മൂന്നാം ദർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഒന്നാം ദർസ് ഉണ്ട് സാധാരണ പഠിപ്പിക്കുന്ന, രണ്ടാമത് 2 ദർസുകളാണ് ഉണ്ടാവുക. അപ്പോൾ ആ ദർസ് കൂടാണ്ട് മൂന്നാം ദർസ് ആണ് ഇത് സമസ്ത അംഗീകരിച്ച കലാപരിപാടിയാണ് എന്ന് തമാശയായിട്ട് വിദ്യാർത്ഥികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. കാരണം അത്രയും വ്യാപകമായിട്ട് ഇത് നടക്കുന്നുണ്ട്. പക്ഷേ ഇത് മതം കാരണമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മദ്രസ ഉസ്താദുമാരിൽ ഈ പീഡകരുണ്ടാവുന്നത് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അതിനൊരു പഠന വിധേയമാക്കേണ്ടതും അത് ഇല്ലായ്മ ചെയ്യേണ്ടതും പൊതുസമൂഹത്തിന് മൊത്തം ഉത്തരവാദിത്വമാണ്. മതപഠനമാണ് ധാർമ്മികത ഉണ്ടാക്കുന്നത് എന്ന വാദത്തെ എതിർക്കാൻ വേണ്ടിയിട്ട് നമുക്കെന്ത് ചെയ്യാം? ഇതൊരു ടൂളായിട്ട് ഈ കണക്കുകളും ഈ കാര്യങ്ങളും ഉപയോഗിക്കാം. പഠനം കൊണ്ട് സമൂഹത്തിൽ ധാർമ്മികതയൊന്നും പ്രത്യേകിച്ച് ഉണ്ടാവുന്നില്ല. മതം ഇല്ലാതായാലും ധാർമ്മികത ഉണ്ടാവുന്നുള്ള അഭിപ്രായമല്ല കേട്ടോ. അങ്ങനത്തെ മതം ഇല്ലാത്തവർക്കും അധാർമികമായിട്ട് പെരുമാറുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകളിൽ നിന്നാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മോശം അനുഭവം ഉണ്ടായിട്ടുള്ളതെന്ന് നമ്മുടെ ആദില നൂറ കപ്പിൾ അവർ ഇത് പറയുന്നതെന്ന് വേണമെങ്കിൽ കേട്ട് നോക്കാം. നിസാറ് കഴിഞ്ഞ് ഇനിയിപ്പോൾ ബഷീർ എല്ലാം മുസ്ലിംസിന്റെ പേരാണല്ല. അതെന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ കുറെ എണ്ണം കെട്ടി നടക്കാനാണ്? എന്നെ കൂട്ടുമോ നിങ്ങളുടെ കൂട്ടത്തിൽ? ബഷീർ, നിസാറ്, മുഹമ്മദ്, പണ്ട് ഒരു ഫ്രണ്ട് കോളേജിൽ ഒരു കുട്ടി പറയുമായിരുന്നു, നീ ഞാൻ പറയണോണ്ടൊന്നും തോന്നരുത്, അവള് നാട്ടിലൊക്കെ കുറെ പഠിച്ചതാ, മുസ്ലിംസിന് കുറച്ച് കഴപ്പ് കൂടുതലാ, വായി നോക്കിയാലും അവൾക്ക് കിട്ടിയ എക്സ്പീരിയൻസിൽ വെച്ചിട്ട് അങ്ങനെ. അപ്പൊ ഞാനാണോ
കാരണം എനിക്ക് അങ്ങനെ ഇതാക്കിയിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പുറത്തായതുകൊണ്ട്. അപ്പോൾ ഞാൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ലെറ്റർ ഓൺ വന്ന് നോക്കുമ്പോൾ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് പേഴ്സണലി. നിങ്ങളെ തന്നെ അങ്ങനെ എക്സ്പോസ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, റിലീജിയൻ അല്ല പറയുന്നത്, റിലീജിയനിൽ പെട്ടിട്ടുള്ള ആൾക്കാരെയാണ് പറയുന്നത്. വി ആർ ട്രൂലി മുസ്ലിം നാമധാരികളെ. ഓക്കെ, ബിക്കോസ് ഞങ്ങൾക്ക് റിലീജിയൻ അല്ല എടുത്തിട്ട് പറഞ്ഞോ. ഞങ്ങൾ പറഞ്ഞ് റിലീജിയൻ അല്ല ഞങ്ങൾ പറഞ്ഞത്. ഇനിയിപ്പോ കുറച്ച് പേര് ഇതൊക്കെ എടുത്തിട്ട് നിങ്ങൾ അത് പറഞ്ഞു, നിങ്ങൾ ഇത് പറഞ്ഞു, അതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ അമ്മമാര് വരും. ഇപ്പോൾ മതപഠനം കൊണ്ട്, ഇപ്പോൾ ഇവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ മതപഠനം കൊണ്ട്, കാരണം ഒരുവിധ ആളുകളൊക്കെ മതപഠനത്തിൽ നിന്ന് ധാർമ്മികത പഠിച്ച് പുറത്തിറങ്ങി വരുന്നവരാണല്ലോ. അപ്പോൾ മതപഠനം കൊണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു ധാർമ്മികമായിട്ടുള്ളൊരു പുരോഗതി ഉണ്ടാവുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഭാഗത്തെ സാധൂകരിക്കുന്ന അനേക തെളിവുകൾ, ഒരുപാട് തെളിവുകൾ നമുക്ക് ഇതുപോലെ നിരത്താൻ പറ്റും. അത് വേണമെങ്കിൽ വേറൊരു അവസരത്തിൽ നമുക്ക് ചെയ്യാം. മദ്രസയിൽ പോയിട്ട് മതം പഠിച്ചവർ അല്ലാത്തവരെക്കാളും വളരെ സൂപ്പർ ധാർമ്മികരാണ് അവർ എന്ന് അവകാശവാദം വയ്ക്കുമ്പോൾ നമുക്ക് അതൊരു മെച്ചമായിട്ട് നമുക്ക് കാണാൻ സമൂഹത്തിൽ കഴിയുന്നില്ല എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന ഇൻസിഡൻറ്റുകളാണ് ഇതൊക്കെ. അതിലൊന്നും നമുക്കൊരു സംശയവും വേണ്ട. എന്നാൽ മതം അനുവദിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്യുന്ന തിന്മകൾ മതവിശ്വാസികളിൽ കാണുമ്പോൾ അത് മതത്തിൻ്റെ കുറ്റം തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനത്തെ കുറേ എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം മതപ്രചോദിതമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ, മതം പറയാതെ തന്നെ നിമിഷപ്രിയയെ രക്ഷിക്കണം എന്ന് തോന്നിയ കാന്തപുരത്തിന് മതം പറഞ്ഞുകൊണ്ട് ചേകന്നൂർ മൗലവിയുടെ കാര്യത്തിൽ മറ്റൊരു അഭിപ്രായമാണ് ഉണ്ടായിരുന്നുള്ളത്, അല്ലേ? നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. മതത്തിന് നല്ല മനുഷ്യരോട് പോലും ക്രൂരതകൾ പ്രവർത്തിക്കാനുള്ള ശേഷിയുണ്ട് എന്നതിന് അതിൻ്റെ തെളിവായിട്ട് ബെസ്റ്റ് എക്സാമ്പിളായിട്ട് ഇത് പറയാൻ പറ്റുന്നൊരു സാധനമാണ്. വിശുദ്ധ കാരണങ്ങൾ ഉണ്ടെങ്കിൽ കൊല്ലാം എന്ന്. ഈ വിശുദ്ധ കാരണങ്ങൾ മതം മാത്രമല്ല, ദേശീയത, ദേശസ്നേഹം, സദാചാരം, അങ്ങനെ പല രൂപത്തിൽ വരും. അത് വേറെ കാര്യമാണ്. കാരണം ഈ നാഷണലിസ്റ്റിക് നമ്മുടെ ആർഷഭാരത മാങ്ങാണ്ടി ഭയങ്കര സൂപ്പറാണ്, അതിന് വേണ്ടിയിട്ടും ആളുകൾ ഇതേപോലെ കൊല്ലാനൊക്കെ വരും. ചില വിഷയങ്ങളിൽ ദേശീയതയാവാം ഇതേപോലെ വിശുദ്ധ കാരണങ്ങളായിട്ട് വരുന്നത്. ചില കൾച്ചറുകളാവാം, സംസ്കാരമാവാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ചേകന്നൂർ മൗലവിയോട് പ്രവർത്തിച്ച അതിക്രമത്തിന് മതത്തിൻ്റെ കൃത്യമായ പ്രചോദനമുണ്ട്. മതമല്ലാത്ത ഒരു പ്രചോദനം ഇല്ലാത്ത ഒരു മർഡറാണ് എന്ത് ചേകന്നൂർ മൗലവിയോട് ചെയ്തത്. ഈ കാന്തപുര വിഭാഗം തന്നെ ഇപ്പോഴും അതിനെ തള്ളി പറഞ്ഞിട്ടില്ല. നിമിഷപ്രിയയെ പോലെ തന്നെ ചേകന്നൂർ മൗലവിയുടേതും ഒരു ജീവനാണ്. കാന്തപുര വിഭാഗത്തിൽപ്പെട്ട ഇതേപോലുള്ള മതഭ്രാന്തന്മാരുടെ കയ്യിൽ പിടഞ്ഞു പോയ ഒരു ജീവനാണ് നമുക്ക് ചേകന്നൂർ മൗലവി നമ്മൾ ഇപ്പോഴും പറയുന്നത്. അപ്പം എന്തായിരുന്നു ഇവരുടെ വിശ്വാസപ്രകാരം ചേകന്നൂർ മൗലവി ചെയ്ത തെറ്റ്? അത് നമ്മൾ പരിശോധിക്കണമല്ലോ. പരമ്പരാഗത മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിസ്കാരം, നോമ്പ് തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിനേക്കാൾ പ്രാധാന്യം വിദ്യാഭ്യാസം, ദാനധർമ്മങ്ങൾക്കാണ്. ആരാധനാഭ്രാന്ത് കൊണ്ട് ഒരു കാര്യമില്ല എന്നാണ് ചേകന്നൂർ മൗലവി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊക്കെയാണ് ഇസ്ലാമിക ഈ പറഞ്ഞ മൗലിയാർ മുല്ലാക്കന്മാർക്കൊക്കെ എന്ത് ചെയ്ത് കുരുപൊട്ടി ചൊടിച്ച് ഒലിച്ച് ഇറങ്ങിയത്. ഇതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഇല്ലായ്മ ചെയ്യാൻ ഇവരെ പ്രേരിപ്പിച്ച മതപരമായ പ്രചോദനം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇമാം നബിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട 40 ഹദീസുകളിൽ ഒരു ഹദീസാണ് ഞാനിപ്പോൾ അവിടെ നിന്ന് ഇതിന് വേണ്ടിയിട്ട് വായിക്കുന്നത്. അത് ഇങ്ങനെയാണ് ആ ഹദീസ്. ഇബ്നു ഉമർ റാവിൽ നിന്ന് നബി പറഞ്ഞു, അള്ളാഹു അല്ലാതെ ആരാധനയില്ലെന്നും മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിക്കുകയും നിസ്കാരം നിലനിർത്തുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്നതുവരെ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ എന്നോട് ആജ്ഞാപിക്കപ്പെട്ടിരിക്കുന്നു. അവർ അത് ചെയ്താൽ സ്വന്തം രക്തവും സമ്പത്തും എന്നിൽ നിന്നവർ കാത്തു എന്നാണ്. അപ്പം ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ ഇപ്പോൾ ഈ പുസ്തകം വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഇമാം ഇബ്നു ഹജർ ഹൈത്തമിൻ്റെ വ്യാഖ്യാനമാണ്. അതിലിങ്ങനെയാണ് പറയുന്നത്, ഈ ഹദീസിൽ യുക്കീമുസ്സല എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ അനുശാസിക്കപ്പെട്ടത് പ്രകാരം സ്ഥിരമായി നിസ്കാരം നിർവഹിക്കുക എന്നതാകുന്നു. നിർബന്ധത്തെ നിഷേധിക്കുന്നില്ലെങ്കിലും, നോട്ട് പോയിൻ്റ്, നിർബന്ധത്തെ നിഷേധിക്കുന്നില്ലെങ്കിലും നിസ്കാരം ഉപേക്ഷിക്കുന്നവനാണെങ്കിൽ
വധശിക്ഷ വിധിക്കപ്പെടുമെന്ന് പണ്ഡിതാഭിപ്രായത്തിന് തെളിവാണ് ഈ ഹദീസ്. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ സൈസാക്കാനുള്ള തെളിവാണ് ഈ ഹദീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമസ്കാരം ഉപേക്ഷിക്കുന്നവരെ കൊല്ലാനുള്ള ഉത്തരവാണ് ഈ ഹദീസുകൾ വന്നിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഇത് മുത്തവാത്തിറായിട്ടുള്ള ഹദീസാണ്. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ ഒരുപാട് നിവേദനങ്ങളുടെ ഏറ്റവും വിശ്വസ്തമായിട്ട് സ്ഥിരപ്പെട്ടതാണെന്നാണ് ഇമാം സുയൂത്തി വരെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ മുഹമ്മദിൻ്റെ അനന്തരാവകാശികളാണ് ഈ പറഞ്ഞ പണ്ഡിതന്മാർ, ഈ തലപ്പാവുധാരികൾ എന്ന് അവർ സ്വയം വിശേഷിപ്പിക്കുന്നത്. അതിന് ആ ഹദീസുണ്ട്. എന്താണ്? തീർച്ചയായും പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. ഈ ഹദീസ് അങ്ങനെയാണ് പറയുന്നത്. പ്രവാചകന്മാർ ദീനാറോ ദിർഹമോ ഇട്ടേച്ചു പോവില്ല. അവർ ഇട്ടേച്ചു കൊടുക്കുന്നത് എന്താണ്? വിജ്ഞാനമാണ് എന്ന ഹദീസാണ് ഈ അവകാശവാദത്തിന് അടിസ്ഥാനമായിട്ട് പോകുന്നത്. അപ്പോൾ മുഹമ്മദ് ഇട്ടേച്ച് പോയ അറിവുകളിൽപ്പെട്ട ഏറ്റവും വിശ്വസ്തമായിട്ടുള്ള സ്ഥിരപ്പെട്ട അറിവുകളിലൊന്നാണെന്ത്? നിസ്കരിക്കാത്തവൻ എന്താക്കണം? സൈസാക്കണം എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇപ്പം ഈ പറഞ്ഞ ചെങ്ങന്നൂർ മൗലവിൻ്റെ കേസിലേക്ക് വരുമ്പോൾ മറ്റൊരു ബുഖാരിയും മുസ്ലിമിലും ഉദ്ധരിച്ചിട്ടുള്ള നമുക്ക് വേറൊരു ഹദീസ് നോക്കാം. ആ ഹദീസിൽ ഇങ്ങനെയാണ് പറഞ്ഞത്: കാലത്തിൻ്റെ അവസാനം അടുക്കുമ്പോൾ ഒരു കൂട്ടം വിഡ്ഢികളായ യുവജനങ്ങൾ കടന്നു വരും. കുറച്ച് യുവാക്കൾ കടന്നു വരും. ലോകം അങ്ങനെ അവസാനിക്കാൻ ആ കാലഘട്ടത്തിൽ അവർ ഖുർആൻ ഓതുകയും വളരെ നല്ല വാക്കുകൾ സംസാരിക്കുകയും ചെയ്യും. അവർ ഖുർആനൊക്കെ ഓതും, പക്ഷെ നല്ല വാക്കുകളൊക്കെ പറയുകയും ചെയ്യും. എന്നിട്ടെന്താണ്? പക്ഷേ അവരുടെ ഈമാൻ തൊണ്ടക്കുഴി വിട്ട് കടക്കുകയില്ല. അവരെ കാണുന്നവർ കാണുന്നിടത്ത് വെച്ച് കൊന്നേക്കണം. അവരങ്ങോട്ട് സൈസാക്കി കളണം. എവിടെ കണ്ടുവച്ചാൽ അവിടെ സൈസാക്കി കളണം. അവർ ഖുർആനും ഹദീസൊക്കെ ഇങ്ങനെ നല്ല ഓതും, യുവാക്കൾ ഇങ്ങനെ വരും. എന്നിട്ട് എന്താണ്? ഓരോ ഈമാനില്ല, ഈമാൻ കുറവാണ്. അതുകൊണ്ട് എന്താക്കണം? ഒഴിവായിക്കള്. നമുക്ക് ഇവിടെ ചേകന്നൂർ മൗലവി ഖുർആൻ ഓതിയിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ആശയങ്ങൾ സംസാരിച്ചിരുന്നു. ജനങ്ങളെ മതഭ്രാന്തിൽ നിന്ന്, ആരാധനാ ഭ്രാന്തിൽ നിന്ന്, ഈ പറഞ്ഞ കുത്തിമറയിൽ നിന്നൊക്കെ ഒരു പിന്തിരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാമൂഹികമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവണം, പുരോഗതി ഉണ്ടാവണം ഈ സമൂഹത്തിന്, സമുദായത്തിന് എന്നൊക്കെയാണ് മൂപ്പർ പ്രചരിപ്പിച്ചിട്ടുള്ളത്. അപ്പം അള്ളാഹു എന്നൊരു ഭയമേ തനിക്കില്ല എന്ന് മൂപ്പർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പുരോഹിതന്മാർക്ക് വളരെ മോശമായിട്ട്, അവർ കലിപ്പായിട്ടാണ് ഈ ഹദീസ് പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഒത്ത മനുഷ്യൻ എന്നതാണ് ഈ ചേകന്നൂർ മൗലവിയിൽ കാണുന്നത്. അവർ കാരണം ഈ ഹദീസ് പ്രകാരം അപ്പോൾ കണ്ടിടത്ത് വെച്ച് കൊല്ലുന്നതിനുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടോ ഈ ആൾക്കാരെന്ത് ചെയ്ത് ഈ ചേകന്നൂർ മൗലവിൻ്റെ ബോഡി പോലും ബാക്കിയാക്കാണ്ട് സൈസാക്കി കളഞ്ഞത്. അപ്പോൾ നിസ്കാരത്തിൻ്റെ നിർബന്ധം മതത്തിൽ നിഷേധിക്കാൻ പറ്റാത്ത അത് കാര്യമാണെന്നും അത് നിഷേധിച്ചാൽ നിഷേധിക്കുന്നവനെ എന്താ ചെയ്യേണ്ടതെന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠനങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്തെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്. ഇത് തന്നെയാണ് ചേകന്നൂർ മൗലവിയിൽ കണ്ട ഒന്നാമത്തെ പ്രശ്നം. പൊതു മുസ്ലിങ്ങളുടെ അഭിപ്രായത്തിന് വിരുദ്ധമായിട്ട് 3 തവണ മാത്രമേ എന്തുള്ളൂ നിസ്കാരം മതി എന്ന് വാദിച്ച ആളാണ് ചേകന്നൂർ മൗലവി. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അവിടെ കൃത്യമായിട്ട് മതപരമായ കാരണമുണ്ട് ഒരു മനുഷ്യനെ ഇവിടെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കാൻ, കൊന്നുകളയാൻ അവർ എടുത്തിട്ടുള്ള ഈ പറഞ്ഞ നിലപാടിന് കാരണമായിട്ടുള്ളത്. അത് കൃത്യമായിട്ട് മതം ആണ് എന്ന് തന്നെ നമുക്ക് പറയാം. അതേപോലെ മറ്റൊരു ഉദാഹരണമാണെന്ത്? ഈ ഓർഗൻ ഡൊണേഷനും ഇതേപോലെ എന്താണ് മതം നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാർ കേരളത്തിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്? ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി നേതൃത്വത്തിൽ ഫിഖ് സെമിനാർ പോലും അതിൻ്റെ പേരിൽ നടത്തിയിട്ട് എന്ത് വരുന്നത്? ഈ പറഞ്ഞ അവയവദാനത്തെ നിഷേധിക്കുന്നതിൻ്റെ ഇതാണ് ന്യൂസാണ് ഇവിടെ സ്ക്രീനിൽ കാണുന്നത്. അപ്പം അതേപോലെ തന്നെ നമുക്കതിൽ അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് കേട്ട് നോക്കാം. സഹോദരന് വേണ്ടി കിഡ്നി നൽകിയ സഹോദരിയാണ് ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. അവർക്ക് കിഡ്നി നൽകിയതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടുമോ എന്നാണ് അറിയേണ്ടത്. ഇസ്ലാമിക വീക്ഷണപ്രകാരം അവയവദാനം അത് പാടില്ല എന്നാണ്. ഒരു മുസ്ലിമിന്റെ അവയവം അവനെ സംബന്ധിച്ചിടത്തോളം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്ക് ഉടമയുള്ളതല്ല. അത് അള്ളാഹുവിന്റെ ഉടമയിലുള്ളതാണ്. അവനാന്റെ അവയവത്തിന്റെ മേലുള്ള ഉടമാവകാശം തനിക്കില്ല. അത് സംരക്ഷിക്കേണ്ട ഒരു ഇസ്തിഹ്ഖാക്ക് ബാധ്യതയാണ് അവനാനുള്ളത്. അതിനാൽ കിഡ്നിയാണെങ്കിലും മറ്റ് അവയവങ്ങളാണെങ്കിലും രക്തമല്ലാത്ത മറ്റ് കണ്ണോ മറ്റ് ഏത് അവയവങ്ങളാണെങ്കിലും
അത് തന്റെ ജീവിച്ചിരിക്കുന്ന സമയത്ത് മറ്റൊരാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ പോലും കൊടുക്കൽ അനുവദനീയമല്ല എന്ന നിയമം. അതിനാൽ അതങ്ങനെ കൊടുത്താൽ അതിന് പ്രതിഫലം പ്രതീക്ഷിക്കുകയേ വേണ്ട. കാരണം ഇസ്ലാം അനുവദിക്കാത്തൊരു കാര്യം ചെയ്തതിന്റെ പേരിൽ പിന്നെ എങ്ങനെ പ്രതിഫലം പ്രതീക്ഷിക്കാനാണ്? എങ്കിൽ ഇസ്ലാം അനുവദിക്കാത്തൊരു കാര്യം സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നൽകി എന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ശിക്ഷ ലഭിക്കുന്നു. അതല്ലേ ഇസ്ലാം അനുവദിക്കാത്ത ഹറാമായ ഒരു കാര്യമാണ് എങ്കിൽ അത് ശിക്ഷിക്കപ്പെടുന്ന കാര്യം തന്നെയാണല്ലോ. ഇസ്ലാം അനുവദിക്കാത്ത ഹറാമാണത് എന്നാണ് ശറഇന്റെ കാഴ്ചപ്പാടിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. 4 മദ്ഹബിന്റെ ഇമാമികളും ഈ വിഷയത്തിൽ ഏകാഭിപ്രായക്കാരാണ്. അവനാന്റെ ശരീരത്തിന്റെ 2 കിഡ്നി ഉണ്ടെങ്കിൽ, 2 മറ്റ് അവയവങ്ങളുണ്ടെങ്കിൽ, 2 കണ്ണുണ്ടെങ്കിൽ അതൊക്കെയും ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലാഹു തആല നൽകിയിട്ടുള്ള അവന്റെ ഭാഗത്തിൽ നിന്നുള്ള വലിയൊരു ഔദാര്യമാണ്. അത് അവന്റെ ഉടമയിലുള്ളതുമാണ്. അതിനാൽ അത് എടുത്ത് നഷ്ടപ്പെടുത്തുകയോ മറ്റാർക്കെങ്കിലും ദാനം നൽകുകയോ ചെയ്യാനുള്ള അവകാശവും അനുവാദവും അവനില്ല. അതുകൊണ്ട് തന്നെ അത് മറ്റൊരാൾക്ക് കൊടുക്കൽ ഹറാമാണ് എന്നായാൽ പിന്നെ അതിനെങ്ങനെ പ്രതിഫലം ലഭിക്കുക? അതുകൊണ്ട് അള്ളാഹുവിനോട് അത്തരം ആളുകൾ തൗബ ചെയ്ത് പശ്ചാത്തപിക്കുകയാണ് വേണ്ടത്. അന്ന് ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ ചെയ്തു പോയി, അതിനെ പുറത്തു തരണേ എന്നും പറഞ്ഞ് പശ്ചാത്തപിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് ശറഇന്റെ നിയമം. ഇത് ദർശന TV-യിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്, ആലോചിച്ച് നോക്കണം. അപ്പോൾ മുസ്ലിങ്ങൾ ആരും അവയവദാനം ചെയ്യാൻ പാടില്ല, അത് നിഷിദ്ധമാണ് എന്നുള്ളത് ഇവിടെ ദാറുൽ ഹുദ പഠിപ്പിക്കുകയും ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ സെമിനാർ പോലും നടത്തുകയും അത് ചെയ്യുന്നത് തെറ്റാണെന്ന് ഇവിടെ എന്ത് ചെയ്യുന്നു, മതപരമായിട്ട് അതിനെ തടയുന്ന ഇതുപോലുള്ള പണ്ഡിതന്മാർ വന്നിട്ട് ഇതേപോലെ കുണ്ഠിതപ്പെടുന്നത് നമ്മൾ കാണുകയാണ്. ഉണ്ടല്ലേ? അപ്പം ഇതിനെക്കുറിച്ച് വേറൊരു പണ്ഡിതൻ്റെ കുണ്ഠിതം കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. അവയവദാനത്തെ സംബന്ധിച്ച് ചോദിച്ചിരുന്നു. അവയവദാനം ഇന്ന് വളരെ കൂടുതൽ ചർച്ച നടക്കുന്ന ഒരു വിഷയം. നമ്മുടെ ഉലമാ ഒക്കെ ഏകകണ്ഠമായി പറഞ്ഞ വിഷയം അത് പറ്റില്ല എന്നാണ്. പക്ഷേ പല ഉലമാഇന് പല അഭിപ്രായങ്ങളും കാണും. ഈ അടുത്ത കാലത്ത് കുവൈറ്റിലൊരു വേൾഡ് ഫഖഹ കോൺഫറൻസ് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ത്വായിഫിൽ അവയവദാനത്തെ സംബന്ധിച്ച് വേറൊരു കോൺഫറൻസ് നടന്നു. അതേപോലെ തന്നെ അൾജീരിയയിൽ മുസ്ലിമീങ്ങളുടെ ഉലമാഇന്റെ ഒരു മഹാസമ്മേളനം അവയവദാനത്തെ സംബന്ധിച്ചുള്ള ഫിഖ്ഹ് ചർച്ചയായിരുന്നു. അപ്പൊ അതിലൊക്കെ പല ഉലമാഇനും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അവയവദാനം അനുവദിക്കപ്പെട്ടതാണെന്നും പറ്റുമെന്നും പറയുന്ന ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ പൂർവ്വസൂരികളായ മഹാന്മാരായ ഉലമാ ഒക്കെ ബ്ലഡ് ദാനം ചെയ്യാൻ പറ്റും, പക്ഷെ അവയവം നമ്മുടെ ഉടമസ്ഥാവകാശത്തിൽ പെട്ടതല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് എങ്ങനെയാ നമ്മുടേതല്ലാത്തത് കൊടുക്കാൻ പറ്റുക? അത് മരിച്ച ആളുടേതായാലും മരിക്കാൻ പോകുന്ന ആളിൻ്റെതായാലും നൽകാൻ പാടില്ല എന്ന പ്രബലമായ അഭിപ്രായത്തിലാണ്. പക്ഷേ ഒരാളങ്ങനെ ദാനം ചെയ്തു എന്നിരിക്കട്ടെ, അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്നാ ചോദിച്ചത്. ആ ഖബൂൽ ജായിസുൻ, അത് ജായിസാണെന്നാണ്. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലെങ്കിൽ കലിമത്തു ഷഹാദയിൽ വിശ്വസിക്കാത്ത ഒരാൾ, ഇപ്പൊ ഇസ്ലാമിന്റെ ഈ മസ്അല മനസ്സിലാക്കാത്ത ഒരു കാഫിറായ ഒരു മനുഷ്യൻ ഒരു അവയവം ദാനം ചെയ്തു വെച്ചിട്ടുണ്ട്. അത്തരം ബാങ്കുകളിൽ ഇത് ലഭ്യമാണ്. കിഡ്നിയെ പോലെയുള്ള സാധനങ്ങളൊക്കെ അത്തരം ബ്ലഡ് ബാങ്ക് പോലെയുള്ള ഇത്തരം ഓർഗൻസിന്റെ ബാങ്കുകൾ ഉണ്ടല്ലോ, അങ്ങനത്തെ സ്ഥലത്ത് അവൈലബിൾ ആണെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യനത് സ്വീകരിക്കുന്നതുകൊണ്ട് വിരോധമില്ലെന്നാണ്. അത് മുസ്ലിം ആയാലും കാഫിറായാലും അവയവത്തിന് കുഫറും ഇസ്ലാമും ഇല്ലെന്നാണ്. അങ്ങനെ ഉലമാ പറയാ. സ്വീകരിക്കൽ ജായിസ, പക്ഷെ കൊടുക്കാൻ പറ്റുമോ? മുഅ്മിനായ മനുഷ്യന്മാർ കൊടുക്കാൻ പറ്റൂല എന്നാണ്. പക്ഷെ മുസ്ലിം അല്ലാത്ത ആളുകൾ ഇഷ്ടംപോലെ സംഭാവന ചെയ്യാൻ തയ്യാറാണ്. ഒരാൾക്ക് അത്തരം ഒരു അവസ്ഥയിൽ ബന്ധപ്പെട്ടതാണെങ്കിൽ അത് സ്വീകരിക്കൽ ജായിസാണെന്നാണ്. അപ്പോൾ ഇവിടെ സിംസാറുൽ ഹഖ് ഹുദവി സാറ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇൻകമിങ് ആവാം, ഔട്ട് ഗോയിങ് ശ്രദ്ധിക്കണം, പൂർവ്വസൂരികൾ അനുവാദം തരുന്നില്ല എന്നാണ്, അനുവാദമില്ല എന്നുള്ളതാണ്. കാരണം ഈ പറഞ്ഞ മറ്റുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ മസാല അവർക്ക് ഇടാത്തതുകൊണ്ട് ആ മസാല അങ്ങോട്ട് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ ചാൻസിൽ കിട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് എടുക്കാം, നമ്മളത് അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഈ വൃത്തികേടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ഇതുപോലുള്ള ഓരോ പഠിപ്പിക്കൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് സമൂഹത്തിൽ എങ്ങനെ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്? ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു തെലങ്കാനയിലെ പിന്നെ ഒരു ഇത് എടുത്ത് നോക്കുക. ഇതാണ്ടോ, ഇതിലെന്താണ് പറയുന്നത്? നോട്ട് എ സിംഗിൾ മുസ്ലിം എമോങ് ദ ഓർഗൻ ഡോണേഴ്സ്, ഇതാണ് റെക്കോർഡ് പറയുന്നത്. പക്ഷെ അനേകം പേരുകൾ സ്വീകരിക്കുന്ന സാധനമാണ് ഇത്. ഒരുപാട് ആളുകൾ ഇൻകമിങ് എടുക്കുന്നുണ്ട്.
അപ്പോൾ ആലോചിച്ച് നോക്കൂ ഇത് എത്രത്തോളം പ്രശ്നമാണെന്ന്. മെഡിക്കൽ പഠനത്തിനായിട്ട് മൃതശരീരം, അതായത് ബോഡി ഡൊണേഷൻ, മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബോഡി പഠനത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്നത് ഒരു മുസ്ലിം പോലും വന്നതായിട്ട് എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നാണ്. മുസ്ലിം സമുദായത്തിൽ ജനിച്ച് പിന്നെ മതമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. പലരും എഴുതി വെച്ച് അങ്ങനെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് തടഞ്ഞിട്ട് പോയിട്ട് കുഴിച്ചിട്ട ടീം വരെ ഉണ്ട്. ഓക്കെ, അപ്പം ഇസ്ലാം ഉപേക്ഷിക്കുകയും തൻ്റെ മരണശേഷം എൻ്റെ മൃതശരീരം മെഡിക്കൽ കോളേജിന് പഠനത്തിന് എഴുതി വെക്കണമെന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ കൊണ്ടുപോയി കുഴിച്ചിട്ടാണ് നമ്മൾ സെയ്ദ് മുഹമ്മദ് ആനക്കയത്തിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, അവിടെ എന്ത് ചെയ്യുന്നു, അവരെ കുടുംബക്കാരെല്ലാവരും കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, അതിന് നേരെ തലകുത്തനെ എന്താണോ അവിടെ പറഞ്ഞിട്ടുള്ളത് അതിന് തലകുത്തനെ ചെയ്യുന്ന അവസ്ഥയൊക്കെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ലോകം മുഴുവനും ഇതേപോലെ ഇസ്ലാം മത വിശ്വാസികളായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ആരോഗ്യരംഗത്തിൻ്റെ ഒരു അവസ്ഥ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ പഠനത്തിന് വേണ്ടിയിട്ട് ആരുടെ ബോഡി ഉപയോഗിക്കും, എല്ലാവരും കൂടെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. ഏത് നൂറ്റാണ്ടിലാണ് ഇപ്പോഴും ഇവരൊക്കെ ഈ പറഞ്ഞ മതവും കൊണ്ട് നടക്കുന്നത്, ഈ മതത്തിൻ്റെ ഈ പ്രചാരണം കൊണ്ടിട്ട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇതൊക്കെ മതത്തിൻ്റെ പ്രശ്നമാണെന്ന് തന്നെ പറയേണ്ടി വരും. മനസ്സിലായില്ലേ? ഇത് മതമല്ലാത്ത വേറെ എന്ത് പ്രശ്നമാണ് ഇതിലുള്ളത്? ഇത് മതത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. മനസ്സിലായില്ലേ? പക്ഷേ ഈ സാധനത്തിനൊക്കെ മറികടന്നിട്ട് ഇന്നിപ്പോൾ ഈവൻ ഇസ്ലാമിൻ്റെ ഈറ്റില്ലമായ സൗദി അറേബ്യയിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് സൗദി അറേബ്യയിൽ അവയവദാനത്തിന് രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം 5 ലക്ഷം കവിഞ്ഞു എന്നാണ്. ഇതൊരു പോസിറ്റീവായിട്ടുള്ള സാധനമാണ്. കാരണം എന്താണ്, മതം പറഞ്ഞത് എന്താണെന്ന് നോക്കാതെ അത് ഇഗ്നോർ ചെയ്തുകൊണ്ട് ഇതേപോലെ ആളുകൾ പുരോഗമനമായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ഈ മതത്തിൽ ജനിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, ആ സാധനം കളഞ്ഞിട്ട് ഈ നിബന്ധനകളൊക്കെ പാലിക്കാതെ ഇതേപോലെ ചെയ്യുന്ന ആളുകളുടെ ഇതൊന്ന് ഈ പറഞ്ഞ വണ്ടത്തരം കളഞ്ഞിട്ട് പോയിട്ട് ഇതേപോലെ ചെയ്യുന്ന ആളുകളും ഉണ്ട്. മനസ്സിലാവില്ലേ? അത് ഈ പറഞ്ഞ സൗദി അറേബ്യയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കാരണം എന്താണ്, നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അവിടെ എന്ത് ചെയ്യുന്നു, മതം കുറയുമ്പോൾ ഈ സാധനത്തിലേക്ക് ആളുകൾ ഈ ഓർഗൻ ഡൊണേറ്റ് ചെയ്യാനൊക്കെ ആളുകൾ തയ്യാറായിട്ട് വരുന്നതായിട്ടും കാണാം. അതേപോലെ മതം കാരണമുള്ള മറ്റൊരു ഭീകരമായിട്ടൊരു മനുഷ്യാവകാശ പ്രശ്നമാണ് ഈ പറഞ്ഞ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കെതിരെ, LGBTQ കമ്മ്യൂണിറ്റിക്കെതിരെ നടക്കുന്ന വിവേചനങ്ങൾ. അത് കേരളത്തിൽ ഏറ്റവും സംഘടിതമായിട്ട് ഇവിടെ ഈ പറഞ്ഞ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഈ പറഞ്ഞ കുറച്ച് ചാടുന്നത് ഏത് മതവിഭാഗക്കാരാണെന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ കേരളത്തിൽ ഇതിൻ്റെ പേരിൽ മാത്രം നിരീശ്വരവാദികൾക്കെതിരെ എന്ന് പറഞ്ഞ് അൺമാസ്കിങ് ഏത്തീസം എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏത്തീസ്റ്റുകൾക്കെതിരെ അവരെ അൺമാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള യൂട്യൂബ് ചാനൽ അതിൻ്റെ 100K അടിച്ച സമയത്ത് ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ആ ഏത്തീസം എന്നുള്ള അൺമാസ്കിങ് അനോമലീസ് എന്ന പറഞ്ഞ പേര് സ്വീകരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഈ കുരച്ചു ചാടാൻ വേണ്ടി മാത്രമാണ്. അനോമലീസാണ്, സമൂഹത്തിൽ അനോമലി ആയിട്ട് പ്രഖ്യാപിക്കുകയും അവരുടെ അവകാശങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന, അവർക്കെതിരെയുള്ള സ്റ്റിഗ്മ വർദ്ധിപ്പിക്കുന്ന ഈ പറഞ്ഞ ഹോമോഫോബിയയും ട്രാൻസ്ഫോബിയയും വളർത്താൻ വേണ്ടി മാത്രമാണ് അതുപോലുള്ള ചാനലുകൾ തുടങ്ങിയിട്ട് ഇതുപോലുള്ള ആളുകൾ ചെയ്തിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതിൻ്റെ ഒരു ആത്മാർത്ഥത നോക്കണം. അവരുടെ പേര് തന്നെ, ബ്രാൻഡിൻ്റെ പേര് തന്നെ മാറ്റിയിട്ട് എന്താക്കുന്നു, UA ഉണ്ണാക്കൻ അസോസിയേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അൺമാസ്കിങ് അനോമലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പേര് സ്വീകരിക്കാനുള്ള കാരണം ഈ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇതേപോലെ വെർബൽ അബ്യൂസ് അഴിച്ചുവിടാൻ വേണ്ടിയിട്ടാണ്. അത് ഇപ്പോൾ സ്ത്രീ പുരുഷന്മാർ തുല്യരാണ് എന്ന് പറഞ്ഞാൽ പോലും ഇവിടെ മതവികാരം വ്രണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്? അരിജാലു കവ്വാമൂന അലന്നിസാ, സ്ത്രീകളുടെ മേൽ പുരുഷന് നിയന്ത്രണാധികാരമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞ സാധനത്തിനെ അവർക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ആ സാധനമാണ് ഈ തുല്യതയ്ക്കെതിരെ. അവിടെ ചെറിയൊരു പെൺകുട്ടി മാർക്കൊക്കെ നേടിയിട്ട് സ്റ്റേജിലേക്ക് കടന്നു വരുമ്പോൾ ആ പെൺകുട്ടി ആ സ്റ്റേജിൽ വെച്ച് അപമാനിച്ചിറക്കി വിടാൻ ഒരു മതപണ്ഡിതന് സാധിക്കുന്നത് ഈ പറഞ്ഞ മതം എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനം ഉണ്ടായതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ആ പെൺകുട്ടി അപമാനിച്ചിറക്കി വിട്ടത് സമസ്തയുടെ ഫത്വയുണ്ട്. എന്താ ഫത്വ? ഇങ്ങനെ സ്ത്രീകൾ 10 വയസ്സ് 9 വയസ്സ് കഴിഞ്ഞാൽ 9 വയസ്സ് എന്ന് പറഞ്ഞ ലിമിറ്റേഷനൊക്കെ ഉണ്ട്. ആ 9 വയസ്സ് എന്താണ് വരുന്നതെന്ന് പ്രവാചകൻ്റെ ജീവിതത്തിലൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. മനസ്സിലായില്ലേ?
ഇവിടെ ആ തുല്യത, ആ സാധനം ഒന്നും പരിഗണിക്കാൻ പോലും കഴിയില്ല. ഈ മതം കൊണ്ടുണ്ടാവുന്ന തുല്യത, പേട്രിയാർക്കൽ സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയിൽ ഈ മതമില്ലാത്തവർക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മതം നിർദ്ദേശിക്കുന്ന അസമത്വമാണ്, മതം നിർദ്ദേശിക്കുകയാണ് ഈ അസമത്വം. അത് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അത് സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ആ സാധനം. വീണ്ടും മനസ്സിലായി, സമൂഹം മാറിക്കൊണ്ടിരിക്കുമ്പോൾ പോലും അതിലെ വീണ്ടും വീണ്ടും അതിലേക്ക് ആ പറഞ്ഞ പുരുഷാധിപത്യത്തിലേക്ക് തള്ളിവിടാൻ, സ്ത്രീകളെ പുറകോട്ട് തള്ളി വയ്ക്കാൻ നമ്മൾ മുമ്പ് വീഡിയോയിലൊക്കെ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മളെ മുജാഹിദ് ബാലുശ്ശേരിയുടെയൊക്കെ പ്രസംഗം, സ്ത്രീകൾ ജോലിക്ക് പോയാൽ കുടുംബത്തിലെ കുട്ടികളൊക്കെ നശിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞ വൃത്തികേട്. പിന്നെ സ്വന്തം എനിക്ക് ജോലി കിട്ടിയിട്ട് മതി, വിവാഹം അങ്ങനെ മതി എന്ന് പറയുന്നത് നെഗളിപ്പിൻ്റെ വർത്തമാനമായിട്ടൊക്കെ അവതരിപ്പിക്കുന്ന ഹുസൈൻ സലഫിമാർ ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? ഇനി വേറൊരു സാധനം, വിവാഹപ്രായം 15 18 വയസ്സിലേക്കാക്കുമ്പോഴും അവിടെ ചാടിക്കുറച്ച് വരുന്നത് ഈ പണ്ഡിത ശിരോമണികളാണ്. അത് മനസ്സിലാക്കണം. അപ്പോൾ ഇതിനൊക്കെ ഈ തിന്മകളൊക്കെ മതപ്രചോദിതമായിട്ടുള്ള, മതം ഇറക്കി വിടുന്ന, കാരണമായിട്ടുള്ള എന്താണ് തിന്മകളാണ് ഇതൊക്കെ. മനസ്സിലായില്ലേ? അപ്പോൾ അതിലൊരുപാട് അത് ഈ പറഞ്ഞ മതം വിട്ടവർക്കെതിരെ, ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നൊരു സ്ത്രീ മതം വിട്ടെന്ന് വീട്ടിലറിഞ്ഞപ്പോൾ അവരുടെ കൗൺസിലിങ്ങിനെ കൊണ്ടുപോയിട്ട് ആ കൗൺസിലിങ്ങിൽ നടത്തിയിട്ടുള്ള ഒരാൾ, ഇസ്മായിൽ വഫ എന്ന് പറഞ്ഞ കാന്തപുരത്തിൻ്റെ നേതാവ്, ആ പിതാവിനോട് പറഞ്ഞത് എന്താണ്? ഈ പറഞ്ഞ ആളെ കൊന്നുകളയാനാണ് ഇസ്ലാമിൽ പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ആ പിതാവിൽ നിന്ന് ആ പറഞ്ഞ ഒരവസ്ഥ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഈ ഒരു സ്റ്റിഗ്മ ഉണ്ടാകും. പിന്നെ മതം വിട്ടവരെ എന്താണ് ചെയ്യേണ്ടത്? കൊല്ലാൻ. ഇപ്പോൾ നാട്ടിലെ ആൾക്കാർ പറയും ഇവിടെ മതം വിട്ടവനെ കൊല്ലണമെന്ന് പറയും, ഇവിടെ ആരും കൊല്ലുന്നില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷേ എന്താണ്, ആ മതം വിട്ടവർക്കെതിരെയുള്ള, അവർ കൊല്ലപ്പെടേണ്ടവരാണെന്നുള്ള ഒരു സ്റ്റിഗ്മ, ഒരു സോഷ്യൽ എക്സ്ക്ലൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലുള്ള പഠിപ്പീരുകൾ സഹായകമാവുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അതൊക്കെ മാറേണ്ടതുണ്ട്. അപ്പോൾ അത് ഒരു തെറ്റ്, ഒരു മുസ്ലിം ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ അതിന് മതപരമായ ഇതുപോലുള്ള ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിൻ്റെ കുറ്റം മതത്തിന് തന്നെയാണ്. അതിന് ഒഴിഞ്ഞു മാറാൻ മതത്തിന് കഴിയില്ല. അതല്ലാണ്ട് എല്ലാ ക്രൈമും എടുത്തിട്ട് അവൻ്റെ പേര് നോക്കിയിട്ട് അവൻ്റെ പേര് അബ്ദുൽ ജബ്ബാർ, ഇവൻ ചെയ്തപ്പോൾ മതം കാരണമാണ്, അങ്ങനെ അത് ഒരുമാതിരി അതിനാണ് നമ്മൾ ശരിക്കും പറഞ്ഞാലെന്ത് പ്രിജുഡിസ്, ഇസ്ലാമോഫോബിയ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു സാധനമാണ്. അതിനെക്കുറിച്ചല്ല പറയുന്നത്. മതം കാരണം കൊണ്ട് ഒരാൾ ഒരു സാധനം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മതമില്ലാതാവുമ്പോൾ ആ സംഭവങ്ങൾ ചെയ്യാതാവുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു? അതിനെ നമ്മൾ മത കാരണമാണെന്ന് തന്നെ നമുക്ക് പറയാവുന്ന സാധനമാണ്. അപ്പോൾ ഇതേപോലെ മത സമൂഹങ്ങൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ അതിശക്തമായിട്ട് ഈയിടെ നിലപാടെടുത്ത ഒരാളാണ് റഹ്മത്തുള്ള കാസിമി. അയാൾ നമുക്ക് അതിൽ പ്രശംസ അയാൾക്ക് കൊടുക്കേണ്ട ഒരു സാധനമാണ്. റഹ്മത്തുള്ള കാസിമീൻ്റെ ഒന്ന് രണ്ട് ക്ലിപ്പുകൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് കേട്ട് നോക്കാം. ഒരു പെണ്ണ് നിമിഷപ്രിയ എന്ന പെണ്ണ് ജയിലിൽ കിടന്ന് തൂക്കുകലിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ മനുഷ്യന്മാർ ഉത്തരവാദിത്തം എന്താ? രക്ഷപ്പെടുത്താൻ പറയാം. അപ്പോഴും വർഗീയവാദം, അവിടെയും വർഗീയവാദം. എന്താണ് ഈ മനുഷ്യന്മാർക്ക്? അതിലെന്ത് ജാതി, അതിലെന്ത് മതം, അവിടെയും പ്രശ്നം. എന്താണ് ഈ മനുഷ്യന്മാർക്ക്? ഞാൻ നിമിഷപ്രിയയുടെ കൂടിയല്ല ഓളെ കൊന്നോട്ടെ. അയ്യയ്യേ, നിങ്ങളൊക്കെ ജീവിക്കണം, ഭൂമി ജീവിക്കേണ്ടി വന്നല്ലോ. അയ്യയ്യേ, എന്താ ഈ മനുഷ്യന്മാർക്ക്? അവൾ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യന്മാരെ കൊന്നു വെക്കുക, എന്നിട്ട് നമ്മോട് അപേക്ഷിച്ചാൽ എന്താ? ഭരണാധികാരി ശിക്ഷ നടപ്പിലായിക്കോട്ടെ, പൊതുജനത്തിന്റെ ബാധ്യത എന്താ? വിട്ടുകൊടുക്കുന്ന അറിയാലല്ലേ? ആണോ അല്ലേ? അത്ര എന്തെങ്കിലും വിചാരിച്ച് ഇപ്പൊ മനുഷ്യന്റെ കൽബിൽ എന്തില്ല? റഹ്മത്ത് എന്ന സാധനം ഇല്ല. ഇവിടെ റഹ്മത്തുള്ള കാസിമിയുടെ മനസ്സിൽ കുറച്ച് റഹ്മത്ത് ഉണ്ടായതുകൊണ്ടാണ് റഹ്മത്തുള്ള കാസിമി ഈ പറഞ്ഞ കാര്യങ്ങൾ പറയാൻ കഴിയുന്നത്. പക്ഷേ ഈ കാസിമി പറഞ്ഞതൊന്നും ഇസ്ലാമല്ല കേട്ടോ, അത് വേറെ കാര്യം. മനസ്സിലായില്ലേ? അത് വേറെ, അതാണ് പറയണത്. അവിടെ ഈ ചില ആളുകൾ ഈ സമൂഹത്തിൽ ഈ വൃത്തികേട് കാണുമ്പോൾ ഈ വൃത്തികേടൊക്കെ പറയുന്ന ആളുകളുടെ കൂടെ ജീവിക്കാൻ നാണക്കേടാവുന്നു എന്ന് റഹ്മത്തുള്ള കാസിമി പറഞ്ഞതിനെ നമ്മളെന്ത് ചെയ്യാൻ പറ്റണം? സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. ആ പറഞ്ഞത് നല്ലതാണ്, അതിൽ മതം ഇല്ല എന്നുള്ളതാണ്. കാരണം എന്താണ്? അതിനെ നമുക്ക് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം
എന്നെ വധിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു ഗോത്രത്തിലെ മുഴുവൻ മനുഷ്യരെ കൊന്നുകളഞ്ഞ പ്രവാചകനാണ് മുഹമ്മദ് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മുഹമ്മദ് അത് പഠിപ്പിച്ചിട്ടില്ല. മുഹമ്മദ് പഠിപ്പിച്ചത് ഇതുപോലുള്ള കൂട്ടക്കൊലകളാണ്. അപ്പോൾ കാസിമി ചിന്തിക്കുന്ന പോലെ മുഹമ്മദ് ചെയ്യുന്നത് ശരിയല്ല എന്ന് മുഹമ്മദിൻ്റെ ഒരു അനുയായിയും പറഞ്ഞിട്ടില്ല. അവിടെയാണ് മുഹമ്മദും കാസിമിയും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. മുഹമ്മദിൻ്റെ അനുയായികളും കാസിമിയും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. പക്ഷേ കാസിമി ഇന്നത്തെ ഈ മനസ്സോട് അന്നുണ്ടായിരുന്നെങ്കിൽ അത് പറയുമായിരുന്നു. ഒരു ഗുഹ്യപരോമം വളർന്നോ എന്ന് നോക്കി കൂട്ടക്കൊല ചെയ്ത ഒരു സമൂഹത്തിനെ ഒരു ഗോത്രത്തെ മൊത്തം മരിഞ്ഞു തള്ളിയ ഒരു ജനോസൈഡ് നടത്തിയപ്പോൾ അത് തടയാൻ റഹ്മത്തുള്ള ഒരു മനുഷ്യൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പ് ഒരു ഗോത്രത്തിന് ഇതേപോലെ അരിഞ്ഞു തള്ളാൻ വേണ്ടി വന്നപ്പോൾ അവിടെ ഒരാൾ ഇതേപോലെ ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അയാളാണ് പിന്നെ മുനാഫിക്കുകളുടെ നേതാവായിട്ട് മാറിയത്. മുഹമ്മദിൻ്റെ അനുയായികൾ ഈ കാസിമിയുടെ ഈ വിശാലതയൊന്നും അവിടെ കണ്ടിട്ടില്ല. ഈ മുഹമ്മദിന് പോലും ആ വിശാലത ഇല്ലായിരുന്നു. അപ്പം അത് ഈ പറഞ്ഞ കാസിമി പറഞ്ഞ സാധനം ഇസ്ലാമിൻ്റെ വിശാലതയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മനസ്സിലായല്ലേ? ഇപ്പോൾ അതേപോലെ തന്നെ ഈ പറഞ്ഞ ഖലീൽ ബുഖാരി, നേരത്തെ പ്ലേ ചെയ്ത ഖലീൽ ബുഖാരിൻ്റെ പിന്നെ ഈ ഒരു പത്രക്കാരോട് സംസാരിക്കുമ്പം അതിൻ്റെ അവസാനത്തിലുള്ള സാധനം ഒന്നുകൂടെ നമുക്കൊന്ന് പ്ലേ ചെയ്ത് കേൾക്കാം. കാര്യം നമ്മുടെ ഒരു സഹോദരിക്ക് ഇങ്ങനെ വിഷമം വന്നാൽ നമ്മുടെയൊക്കെ വികാരവും വിഷമവും പ്രയാസവും എന്താണ് അതേ രൂപത്തിലുള്ള ഒരു സഹോദരിയല്ലേ നിമിഷപ്രിയ എന്ന് പറയുന്ന മനുഷ്യരാണ്. അബദ്ധം സംഭവിച്ചു, തെറ്റുകൾ സംഭവിച്ചു, ശരിയാണ്. എന്നിരുന്നാലും തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കുക എന്നാണല്ലോ ഇസ്ലാമിൻ്റെ തീരുമാനം. അപ്പം എന്തായിരുന്നാലും അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കേട്ടോ, ആദ്യം കുറേ സാധനം ഉണ്ടായിരുന്നു. ആ വീഡിയോ ഞങ്ങൾക്ക് പിന്നെ യൂട്യൂബിൽ കിട്ടും. പക്ഷേ അവിടെ അവസാനം വരെ നമ്മൾ പണ്ട് കിലുക്കത്തിൽ പറഞ്ഞാൽ ഇതുവരെ അവസാനം വരെ ശരിയായിരുന്നു കിട്ടുണ്ണിച്ചേട്ടാ. അത് അതിൻ്റെ ശേഷം അങ്ങോട്ട് കലവടച്ചു എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ്. അപ്പോൾ മാപ്പ് കൊടുക്കലാണല്ലോ ഇസ്ലാമിൻ്റെ മാതൃക എന്ന് നമുക്ക് ഈ ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്കതവിടെ കാണാൻ കഴിയില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ഉറൈന എന്ന് പറഞ്ഞൊരു ഗോത്രം ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് ആളുകൾ മുഹമ്മദിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇസ്ലാം മതമൊക്കെ സ്വീകരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് കുറച്ച് രോഗങ്ങളൊക്കെ പിടിപെട്ട സമയത്ത് മുഹമ്മദ് എന്ത് ചെയ്തു? അവർ ഈ പിന്നെ നല്ല കറവയുള്ള ഒട്ടകത്തിന് ചെന്നാൽ അതിൻ്റെ പാലും മൂത്രവും ഉണ്ടേ, ഒട്ടകത്തിൻ്റെ മൂത്രമാണെങ്കിൽ കുഴപ്പമില്ല, ഓക്കെ, കുടിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അവരത് കുടിച്ചതിന് ശേഷം രോഗം മാറിയപ്പോൾ ഒട്ടകത്തിനെ മേയ്ക്കുന്ന ആളെയും കൊന്നിട്ട് എന്ത് ചെയ്തു? അവർ ഒട്ടകത്തിനെ തെളിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ അവരുടെ പിന്നാലെ ഇപ്പോൾ നമ്മൾ ഖലീൽ ബുഖാരിയുടെ ഈ വാക്കുകൾ കേൾക്കുകയാണെങ്കിൽ അവിടെ മുഹമ്മദ് ആശാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നല്ല പറഞ്ഞത്. അവിടെ അവരെ പോയിട്ട് പിടികൂടുകയും അവരെന്ത് ചെയ്തു? മുഹമ്മദിന് മുന്നിൽ ഹാജരാക്കിയിട്ട് അവരെന്ത് ചെയ്തത്? അവരെ കൈകാലുകൾ എന്ത് ചെയ്തു? വെട്ടി അങ്ങോട്ട് മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു? കണ്ണിൽ ഇരുമ്പ് പഴിപ്പിച്ച് അങ്ങോട്ട് കുത്താൻ വേണ്ടി ഉത്തരവിട്ടു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഹറ എന്ന പ്രദേശത്തേക്ക് വലിച്ചെറിഞ്ഞു. അവർ വെള്ളം പോലും ചോദിച്ചപ്പം കൊടുത്തില്ലെന്നാണ്. അബൂ കിലാബ പറഞ്ഞിങ്ങനെയാണ്, അവർ മോഷ്ടിക്കുകയും കൊല നടത്തുകയും ഇസ്ലാം ഉപേക്ഷിക്കുകയും അള്ളാഹുവിനോടും നബിയോടും യുദ്ധം ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്താണ്? ആ ഹറയിൽ മരിക്കുന്നത് വരെ അങ്ങനെ തന്നെ ഇട്ടു എന്നാണ്. അതിലൊരാൾ മണ്ണ് ഇങ്ങനെ നക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് ചില റിപ്പോർട്ടുകളിലൊക്കെ വന്നിട്ടുള്ളത്. മനസ്സിലായല്ലേ? അപ്പോൾ ഈ മുഹമ്മദ് അങ്ങനെ ക്ഷമിച്ചു കൊടുത്ത ആളൊന്നുമല്ല, അവിടെ സൈസാക്കലാണ് പറഞ്ഞിട്ടുള്ളത്. റഹ്മത്തുള്ള കാസിമിൻ്റെ മനസ്സിലുള്ള റഹ്മത്തൊന്നും മുഹമ്മദിനില്ല എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവാണ്. കാരണം അയാളെ ശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ പോലും അയാൾക്കൊരു തുള്ളി വെള്ളം കൊടുക്കാതെ അയാൾ നിലത്ത് മണ്ണ് നക്കിയിട്ടൊക്കെ മരിച്ചു പോവേണ്ട ഒരു രീതിയിലേക്ക് അങ്ങനെ ക്രൂരമായിട്ട് കണ്ണുകൾ പൊട്ടിച്ചിട്ട് കൈകാലുകൾ വെട്ടി മാറ്റിയിട്ടൊക്കെ ക്രൂരമായിട്ട് കൊന്നിട്ടുള്ള ഒരാളാണ് കാരുണ്യത്തിൻ്റെ മുത്തു റസൂൽ എന്ന് പറഞ്ഞാലും. ഇത് അള്ളാഹുവിന് തന്നെയാണ്. ഖിയാമത്ത് ഇപ്പോൾ വേറൊരു ഹദീസിൽ ഇങ്ങനെ പറഞ്ഞത്, ഖിയാമത്ത് ഒരു വിഭാഗം മുസ്ലിങ്ങൾ ഒരു കുന്നോളം പാപങ്ങളായിട്ട് വരും. അള്ളാഹു അത് മൊത്തം പുറത്തു കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ പാപം എടുത്തിട്ട് മറ്റേ ജൂതൻ്റെയും ക്രിസ്ത്യാനിൻ്റെയും തലയിലൊക്കെ വിളിച്ചു കൊടുക്കുക. നല്ലൊരു ഹാപ്പി ആയിട്ട് നിങ്ങൾ മുസ്ലിങ്ങൾ എങ്ങനെ നല്ലവനായിട്ട് ഇങ്ങോട്ട് പോയിക്കൊള്ളി എന്ന് പറഞ്ഞിട്ട് ഈ അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യം അവിടെ പഠിപ്പിക്കുന്നത്. ജോസഫ് മാഷിൻ്റെ വിഷയമായിട്ടുള്ള SDP പോപ്പുലർ ഫ്രണ്ടുകാർ ആ സമയത്ത് സുഡാപ്പികൾ നടത്തിയിട്ടുള്ള കുറച്ച് മുഹമ്മദ് നബി, പ്രിയപ്പെട്ട മുഹമ്മദ് ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലുള്ള ഒരു പ്രസംഗം ഒന്ന് കേട്ടു നോക്കാം. അവിടെ മുഹമ്മദിൻ്റെ കാരുണ്യം ഒന്ന് നമുക്ക് കേട്ടു നോക്കാം.
സംഭവിച്ചു അതും കൂടെ മനസ്സിലാക്കണം. ബദറിൽ പിടിച്ചു കെട്ടിയ 70 ആളുടെ കൂട്ടത്തിൽ ശത്രുക്കളുടെ കൊടി പിടിച്ചിരുന്ന നദർ ബിൻ ഹാരിസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് ഉണ്ടായിരുന്നു. സുഹൈൽ എന്ന് പറയുന്ന വാചാലനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ എപ്പോഴും പ്രസംഗിച്ചു നടക്കാറുള്ള ആളുമുണ്ടായിരുന്നു. 70 പേരെ കയ്യും കാലും കെട്ടിയിട്ട് മദീനയിലേക്ക് പിടിച്ചു കൊണ്ടുപോവാണ്. വഴിയിൽ വെച്ച് സഫ്ര എന്ന സ്ഥലത്ത് വെച്ച് നദർ ബിൻ ഹാരിസിനെ വെട്ടി കൊലപ്പെടുത്തി. കാരണം അയാളോട് കോംപ്രമൈസും പറ്റില്ല, അത്രമാത്രം വലിയ അക്രമിയാണ്. ലോകത്ത് സമാധാനവും സ്നേഹവും നിലനിർത്താൻ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവൻ നിലനിന്നാൽ സമാധാനം സ്ഥാപിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അവനവിടെ വകവരുത്തി മദീനയിലേക്ക് എത്തുന്നതിന് മുമ്പ്. മറ്റൊന്ന് ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്താണ് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കാനോ അവഹേളിക്കാനൊക്കെ അവർ തയ്യാറാവുമ്പോ ആദ്യം മുന്നോട്ട് വരുന്ന ആൾ. അങ്ങനെ ഉണ്ടാവുമല്ലോ, ഈ കുട്ടികളുടെ കൂട്ടത്തിൽ ഉണ്ടാവുമൊരുത്തൻ. അവനെന്താ പരിപാടി എന്ന് വെച്ചാൽ ഇപ്പൊ ഈ കുട്ടികളല്ല പാമ്പിനോ ചത്ത നായനൊക്കെ പിടിച്ചിങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോ ഇത് വലിക്കാൻ കൂടുന്ന ഒരാളുണ്ടാവും. മറ്റു കുട്ടികളൊക്കെ ഇങ്ങനെ കൂകി വിളിച്ച് പിന്നാലുണ്ടാവും. ഇത് കയറ് പിടിക്കുന്ന പണി എടുക്കുന്ന ഒരാളുണ്ട്. അപ്പണിയായിരുന്നു ആയിരിക്കും ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത്. ആരാണ് മുഹമ്മദിന്റെ മുഖത്തേക്ക് ഇപ്പൊ തുപ്പാന്ന് പറഞ്ഞാൽ അപ്പൊ തുപ്പും. ആരാണ് മുഹമ്മദിന് ഇപ്പൊ കുടൽമാരെന്ന് പറഞ്ഞാൽ ഓ ഓനെ റെഡിയാ. അവന് കിട്ടിയത് എന്താണ്? അർഖുൽ ലിബിയ എന്ന സ്ഥലത്ത് വെച്ച് ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്തിന്റെ തല വെട്ടി. പിന്നെ തലയില്ലാതെയാണ് അയാൾ പോയത്. ഈ മട്ടത്തരൊക്കെ കാണിക്കണ ഈ തല കൊണ്ടാണ്, അത് വേണ്ട. അയാളെ കൊല്ലാൻ കൊണ്ടുപോകുന്ന സമയത്ത് അയാൾ ചോദിച്ചു, മുഹമ്മദ് എന്റെ കുട്ടികൾക്കാരുള്ളതെന്ന് ചോദിച്ചു. നരകമാണ് അന്നാർ എന്ന് മറുപടി പറഞ്ഞു. പിന്നെ അയാൾ പറഞ്ഞു, തഖ്തുലൂനനി സബ്റ, കീഴടങ്ങിയിട്ട് കൊല്ലാണോ എന്നെ നിങ്ങൾ? പിടിച്ചു കെട്ടിയിട്ട് കൊല്ലാണോ? ഞാൻ ഒരു ഏറ്റുമുട്ടലൊന്നും വരാതെ എന്നെ കയ്യും കാലം കെട്ടിയിട്ട് കൊണ്ടുപോയി കൊല്ലുന്ന പരിപാടി നിങ്ങൾക്ക് യോജിച്ചതാണോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവൻ ചെയ്ത പണി എന്താ നിങ്ങൾക്കറിയാമോ? ഞാൻ സുജൂദിൽ കിടക്കുമ്പോൾ എന്റെ കഴുത്തിൽ ചവിട്ടിയിട്ട് എന്റെ കണ്ണ് തെറിച്ചു പോകണമെന്ന് എനിക്ക് തോന്നിപ്പോയി. മാത്രമല്ല എന്റെ കഴുത്തിൽ അവൻ കുടൽമാലിട്ടു. ഇത് പറഞ്ഞിട്ട് എന്നാ വെട്ടിയത്? അവിടെ ആശാന് അങ്ങനെ അത്ര ക്ഷമിച്ചു കൊടുക്കുന്ന ആശാനല്ല. അത് നമ്മൾ പിന്നെ മാന്നാർ മത്തായിലും ഇതിലൊക്കെയാണ് ക്ഷമിക്കുന്ന ആശാന്മാരുള്ളത്. ഈ ആശാൻ അങ്ങനെ അത്ര ക്ഷമിക്കുന്ന ആളൊന്നുമല്ല. ഈ ആശാൻ സൈസാക്കാൻ സൂപ്പറായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ തലയില്ലാണ്ട് ഇങ്ങനെ നടന്നു പോകണം. ഓൻ്റെ തല അങ്ങോട്ട് സൈസാക്കി, മനസ്സിലായില്ലേ? അപ്പം ക്രൂരമായിട്ടുള്ള ഒരു ശിക്ഷ നടപ്പിലാക്കുമ്പം പോലും അതിൽ ക്രൂരത അവിടെ കാണിക്കുകയാണ് മുഹമ്മദ് ചെയ്ത്. മുഹമ്മദിൻ്റെ മനസ്സിൽ റഹ്മത്തില്ല എന്ന് റഹ്മത്തുള്ള കാസിമി പറഞ്ഞ പോലെ. റഹ്മത്തുള്ള കാസിമി അങ്ങനെ പറഞ്ഞു എന്നല്ല, പക്ഷേ റഹ്മത്തുള്ള കാസിമി ഇവിടെയുള്ള ആൾക്കാർക്ക് കുറച്ച് റഹ്മത്തില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് പറയുന്നത്. പക്ഷേ കാസിമിയുടെ മുഹമ്മദിനും ആ റഹ്മത്ത് ഇല്ലായിരുന്നു. അവിടെ ആളുകൾ എന്ത് ചെയ്യുന്നു? ഒരാൾ കവിത എഴുതി സൈസാക്കണം, മുഹമ്മദിനെതിരെ കവിത എഴുതിയാൽ അവനക്ക് കൊട്ടേഷൻ. വേറെ ആളെന്ത് ചെയ്യുന്നു? കഴുത്തിൽ കുടൽമാല ഇട്ടും കൊട്ടേഷൻ, കഴുത്ത് ഒഴിവാക്കണം. വേറെ ആളെന്ത് ചെയ്തു? മുഖത്ത് നോക്കി തുപ്പി, മുഖത്തേക്കല്ല കേട്ടോ, മുഖത്ത് നോക്കി തുപ്പി, അയാളെ വരെ കൊന്നിട്ടുണ്ട്. അപ്പം ഇതിലൊക്കെ കാണുന്നത് മുഹമ്മദിൻ്റെ കാരുണ്യം ഇല്ലായ്മയാണ്. ഇവിടെ റഹ്മത്തുള്ള കാസിമിനെ പോലുള്ള ആളുകൾ പോസിറ്റീവായിട്ട് ഇത് റെസ്പോണ്ട് ചെയ്യുമ്പോഴും പല ആളുകളും ഇതിനെ കുത്തിത്തിരിപ്പായിട്ടും മതത്തിൻ്റെ ആ ഒരു ക്രൂരത, ആ മതത്തിൻ്റെ ഒറിജിനൽ സാധനം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ മതം കൽപ്പിച്ചത് കൊണ്ട് അല്ലെങ്കിൽ പോലും നിമിഷപ്രിയയുടെ വിഷയത്തിൽ വളരെ പോസിറ്റീവായിട്ട് സമീപനം എടുത്തിട്ടുള്ള ഇസ്ലാമിക പുരോഹിതന്മാരിൽ നമുക്ക് ഇവിടെ കാണാവുന്ന ഒരാളാണ് റഹ്മത്തുള്ള കാസിമി. അത് വലിയൊരു ആശ്വാസമാണ്. ഇതും കൂടെ പറയണം നമ്മൾ. ഇതും കൂടെ പറഞ്ഞാലേ ഈ വിഷയത്തിൽ ഒരു പൂർണ്ണത ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ മതത്തിൻ്റെ പുറത്ത് മാനവികമായിട്ട് ചിന്തിക്കുന്ന ഈ നേതൃത്വം കൊടുക്കുന്ന സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഉണ്ടായി വന്നു കഴിഞ്ഞാൽ തന്നെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവാം. അങ്ങനെ ഒരു മാറ്റങ്ങൾ സമൂഹത്തിലുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷ വയ്ക്കാം. അപ്പം ഇവിടെ ഗോക്കി പറഞ്ഞ ചോദ്യത്തിൻ്റെ റെസ്പോണ്ടായിട്ട് എന്താണ്, ഒരാൾ ചെയ്ത കുറ്റം അത് മുസ്ലിം ആയതുകൊണ്ട് അയാൾ ചെയ്തത് എല്ലാ മതത്തിൻ്റെതാണെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. അങ്ങനൊരു അഭിപ്രായം ഞങ്ങൾക്കില്ല. ആ ചെയ്യുന്ന കാര്യങ്ങൾ മതപ്രചോദിതമാണെങ്കിൽ അത് മതത്തിനെ തന്നെ പറയും. ഒരു മുസ്ലിം ചെയ്ത ഒരു നന്മ, അത് അയാൾ നന്മ ചെയ്താണെങ്കിൽ അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും. അത് മതത്തിൻ്റെ കാരണമല്ലെങ്കിൽ പോലും
പക്ഷെ അത് മതത്തിൻ്റെ കാരണമാണ് ഈ പറഞ്ഞ നന്മ ചെയ്തതെന്ന് പറഞ്ഞാൽ അത് ഒരു ഓണസ്റ്റ് അല്ലാത്ത ഒരു ഒപ്പീനിയനായിട്ട് നമുക്ക് കാണാനും പറ്റും. അപ്പം അതിൽ ഈ പറഞ്ഞ വിഷയത്തിൽ മതം പറഞ്ഞത് എന്താണ് എന്നിവിടെ വിശദീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പം ഈ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം ഈ പറഞ്ഞ അഭിപ്രായങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് രേഖപ്പെടുത്തുക. നിങ്ങൾ കൂടുതൽ അഭിപ്രായങ്ങളും റെസ്പോൺസും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കും. അപ്പം ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.